PVP ഒരുക്കിയിരിക്കുന്ന ഈ ഫാമിലി കുടുംബ സെമിനാറിൽ പങ്കുചേരുവാൻ ദൈവം തന്ന അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. അതിനുവേണ്ടി എന്നെ ക്ഷണിച്ച പ്രിയപ്പെട്ടവരോട് പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ കെ എം ജെയിംസ് അദ്ദേഹം പറഞ്ഞതുപോലെ ഞങ്ങൾ ഒരു സമയത്ത് റാന്നി പഠിച്ചവരാണ്. ദേവദാസനെ ഇങ്ങനെ ഈ നിലകളിൽ ശുശ്രൂഷാമുഖത്ത് ഞങ്ങൾക്ക് ഒരുമിച്ച് കൂട്ടായ്മ ആചരിപ്പാൻ കർത്താവ് എന്ന സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. ആ സമയത്ത് ICPFിനോടൊക്കെയുള്ള ബന്ധത്തിൽ സജീവമായ സമയങ്ങളെ നന്ദിയോടെ ഓർക്കുന്നു. ദൈവസിദ്ധിയിലെ കാലങ്ങൾ ഇങ്ങനെ മാറിപ്പോകുന്നെങ്കിലും മാറ്റമില്ലാതെ ദൈവം അവിടെ ഇവിടങ്ങളായിട്ടൊക്കെ നടത്തുകയും പരിപാലിക്കുകയും ചെയ്യുന്ന എല്ലാ വഴികൾക്കായും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒപ്പം തന്നെ കർത്താവദാസൻ പാസ്റ്റർ സാമുലും തോമസ് ദൈവം അനുഗ്രഹിക്കട്ടെ കുടുംബമായി വന്ദനം ചെയ്യുന്നു. ഇന്ന് ഈ PVPയെ ഭാരവാഹികളായിരിക്കുന്ന ഗ്ലെൻ ജോർജ്, ബിജിൽ തോമസ് സഹോദരങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. എന്നോട് ചെയ്ത കർത്താവദാസൻ പ്രിയ സാമങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഇതിനകത്ത് പങ്കുചേർന്നിരിക്കുന്ന എല്ലാവരെയും ഞാൻ വന്ദനം ചെയ്യുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സഹോദരി JC ജെയിംസ്, സ്റ്റാൻഡി, റേച്ചൽ ആൻറ്റി, വിജിൽ, AB മേമന, വർഗീസ് ജേക്കബ്, കുര്യൻ, റോയ്സ്, ചെമി, സണ്ണിച്ചാൻ, ബിനോജി, സിനി, ജെറൂസിയ, എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവരെയും ഓർക്കുന്നു. എല്ലാവർക്കുമായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ഫാമിലിയായിട്ട് നമുക്ക് ഒരുമിച്ച് ദൈവത്തിന്റെ ഇടയാൽ നമുക്കൊരു നിമിഷം കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളോട് കണ്ണ തോന്നണമേ. ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ സന്ധി വരുത്തുകയാണ്. ഞങ്ങളുടെ കരുണയാകും, ഞങ്ങളെ സഹായിക്കും. ഞങ്ങൾക്ക് ഒരുമിച്ചുള്ള ചിന്തകൾ അനുഗ്രഹമാകും. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അപ്പം നമുക്ക് കുടുംബ വിചാരങ്ങളാണ്. ഞാൻ ഈ കുടുംബ വിചാരങ്ങളിൽ എപ്പോഴും ഈ അടുത്തിടയ്ക്കൊക്കെ പലപ്പോഴും പറഞ്ഞ ഒത്തിരി കാര്യങ്ങളുണ്ട്. എങ്കിലും ഇതൊരു സഭാ സദസ്സായതുകൊണ്ട് നമുക്ക് വേദപുസ്തകമാണല്ലോ നമ്മുടെ ഏറ്റവും വലിയ സോഴ്സ്. വേദപുസ്തകത്തിൽ തന്നെ നമുക്ക് ചിന്തിച്ചു പോകാം. അതാണ് ഏറ്റവും നല്ലതായിട്ടുള്ള കാര്യം. ഉൽപ്പത്തിയുടെ പുസ്തകത്തിലാണ് നമ്മുടെ കുടുംബത്തെ കാണുക. ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായം. ഞാൻ ദിവസങ്ങളൊക്കെ അത് വീണ്ടും ധ്യാനിച്ചുകൊണ്ടിരിക്കും തോറും കർത്താവിനെ ചിന്തിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യുന്ന ഒത്തിരി കാര്യങ്ങൾ. കാരണം മനുഷ്യന് ഏറ്റവും ജീവിക്കാൻ പ്രേരണ നൽകുന്നത് കുടുംബമാണ്. സത്യത്തിൽ കുടുംബമല്ലേ മനുഷ്യന്റെ ഏറ്റവും വലിയ ഒരു ശക്തി സ്രോതസ് എന്ന് പറയുക. നമ്മളിപ്പോ കുടുംബമൊക്കെ വിട്ടു പോകാനായിട്ടൊക്കെ മനുഷ്യർക്കൊരു തുരയും ആഗ്രഹമൊക്കെ തോന്നും. സത്യത്തിൽ ഈ പന്ത് മേപ്പോട്ട് എറിയുമ്പോൾ എന്തുകൊണ്ട് താപ്പോട്ട് വരുന്നു എന്ന് പണ്ട് അസിനോട്ട് ചോദിച്ചതുപോലെ ആ ബന്ധം ഒരു പരിധി വരെ സത്യമാണ്. പോയാലൊക്കെ നമുക്ക് തിരിച്ചു വരാനായിട്ട് ഒരു 10-12 മണി വരെയൊക്കെ ടൗണിലൊക്കെ വർത്തമാനം പറഞ്ഞുകൊണ്ട് നിൽക്കാം. പക്ഷെ പതുക്കെ എല്ലാവരും പിരിയും. 10-ആയി, 10:30-ആയി, 11. അതിക്കുള്ളൊക്കെ എങ്ങനെ നിൽക്കുക? അങ്ങേയറ്റം ഒരു 11:30-ഒക്കെ ആകുമ്പോൾ എന്നാ ഇനി പോയേക്കാം. എങ്ങോട്ടാ പോവുക? വീട്ടിലോട്ടാ പോവുക. മോനൊരു ദിവസം ഒത്തിരി കുഞ്ഞായിരിക്കുമ്പം ഏതാണ്ട് പിണങ്ങിയപ്പോ ഇറങ്ങി പോവാ. ഞാനിപ്പോ അവനാ കൊടുത്തില്ലെങ്കിൽ ഇറങ്ങി പോവന്നേ. ഞാനും മക്കളെ ഒന്നാ അപ്പം അവനെങ്ങോട്ടാ പോകുന്നത് ഞങ്ങൾ നോക്കണമല്ലോ. കൊച്ചു കുഞ്ഞായിരിക്കുമ്പോൾ ഇറങ്ങി മുറ്റത്തൊക്കെ നിന്ന് തിരിഞ്ഞു നോക്കുന്നുണ്ട്, വിളിക്കുന്നു. ഞങ്ങളാരും വിളിച്ചില്ല. അവൻ റോഡിലിറങ്ങി. റോഡിങ്ങനെ പോയിട്ട് കുറച്ചുകൂടെ താപ്പോട്ട് എന്നാൽ ചർച്ച കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് തോടണം. ഞങ്ങളിങ്ങനെ ജല്ലിക്കൂടെ നോക്കി പമ്മി ഇരുന്നവൻ എന്തോ ചെയ്യുന്നറിയാം. അവമ്പതൊക്കെ ഇറങ്ങി തോട്ടിക്കൂടെ പോയി, തോട്ടിക്കൂടെ പുറകെ കൂടെ കയറി, പിന്നെ അയ്യത്തൂടെ ചാടി അടുക്കളയിൽ കൂടെ കയറി അവന്റെ മുറിയുടെ കട്ടിലിന്റെ അടി കയറി കിടന്നു. അത്രയൊക്കെ ഉള്ളി പോക്കൊക്കെ ഒരു പരിധി വരെ ഈ പോക്കൊക്കെ അത്രയും. അപ്പൊ എന്തുകൊണ്ട് ഇങ്ങനെ പോയിട്ട് വരാവുന്നത് വീടുള്ളത് കൊണ്ട്. അപ്പൊ വീടെല്ലാം മനുഷ്യന്റെ ഒരു സ്വപ്ന. രാത്രി ഐസുവിന്റെ വരാന്തയിൽ നിൽക്കുകയാണ്. ഞാനും ഭാര്യയും തനിച്ച്, ആരുമില്ല. ശ്മശാന മുഖത എന്നൊക്കെ പറയുമല്ലോ, നിശബ്ദതയുടെ രാത്രി. 1-2 മണിയായപ്പോ ഒരു പാട്ടിങ്ങനെ നല്ല ഒഴുകി തഴുകി വരുന്നു. ഉറക്കെ പാടുകയാണ്, ആരോ മറന്നു പാടുന്നു. പാട്ടിതാണ്: ഭൂമുഖവാതുക്ക സ്നേഹം വിതയ്ക്കുന്ന പൂന്തിങ്കളാണ് എന്റെ ഭാര്യ. എന്നെ കലറിയല്ലേ, സിനിമാ പാട്ടാണ്. അദ്ദേഹം പാടിയത് ഞാൻ പാടിയത്. ഭൂമുഖവാതുക്ക സ്നേഹം വിതയ്ക്കുന്ന പൂന്തിങ്കളാണ് എന്റെ ഭാര്യ. രാത്രി 2 മണിക്ക് ഒരു മനുഷ്യൻ, ഇപ്പൊ ഞാനും ഭാര്യയും കൂടെ പതുക്കെ ഇറങ്ങി നടന്നത്. ആരാന്നറിയണം. ചെന്നപ്പോ ഒരു മനുഷ്യൻ ആശുപത്രിയുടെ മുമ്പിൽ ഒരു ബെഞ്ചിൽ കമന്ന് കിടന്ന് ഉറക്കപ്പാടുകയാണ്. ഭൂമുഖവാതുക്ക സ്നേഹം വിതയ്ക്കുന്ന പൂന്തിങ്കളാണ് എന്റെ ഭാര്യ.
എന്റെ ഭാര്യയോട് പറഞ്ഞു, നിങ്ങളുടെ ഭാര്യ എന്തൊരു നല്ല സ്ത്രീ ആയിരിക്കും, നിന്നെ പോലൊന്നും ആയിരിക്കത്തില്ല, അതുകൊണ്ട് ഉറക്കത്തിൽ ഈ അർദ്ധരാത്രിയാണ് പാടുന്നത്. നല്ല പെണ്ണ, എന്റെ ഭാര്യ പാവം കേട്ടോ. എന്നാലും അതിലൊന്ന് നമ്മളിങ്ങനെ അർദ്ധരാത്രി പാടുകയില്ലല്ലോ, എന്നാലും ഇതൊരു പാട്ട് കേട്ടത്. അപ്പൊ ഞാൻ പതുക്കെ ചോദിച്ചു, ഇതെല്ലാം പാട്ട് അതൊക്കെ എഴുന്നേറ്റ് ഞാൻ ചോദിച്ചു, എന്തി ഭാര്യ 11 വർഷം മുമ്പ് അവളെ എന്നെ ഇട്ടേച്ച് പോയി, എന്നാലും അവളെ നല്ല പെണ്ണായിരുന്നു. അത് ഓർത്തയാൾ പാടുകയാണ്, ഇട്ടേച്ചു പോയ ഭാര്യ ഓർത്ത് പൂമുഖവാതിൽക്ക് സ്നേഹം പതയ്ക്കുന്ന കുന്നുങ്ങളാണ് എന്റെ ഭാര്യ. 11 വർഷം മുമ്പ് ഇട്ടേച്ചു പോയ ഭാര്യ ഓർത്ത് അദ്ദേഹം ഇപ്പോഴും പാടുകയാണ്. ഡിവോഴ്സ് ഒന്നും ചെയ്തിട്ടില്ല, ഇനി അവൾ തിരിച്ചു വരും തോന്നില്ല, ഒരു കുഞ്ഞുണ്ടായിരുന്നു മരിച്ചുപോയി പോലും. അപ്പം എല്ലാ മനുഷ്യരെയും ഏറ്റവും കൂടുതൽ പിടിച്ചു നിർത്തുന്നത് കുടുംബമാണ്. കുടുംബം മനുഷ്യന്റെ ഒരു ബലഹീനതയാണ്. അതുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ നാം കാണുന്ന വാക്കുകൾ നോക്കാം. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു എങ്ങനെ? സ്വന്തം സ്വരൂപത്തിലും സാദൃശ്യത്തിലും. ഒന്നാം അധ്യായത്തിൽ നാം കാണുകയാണ്, ദൈവം മനുഷ്യനെ നമ്മുടെ സ്വരൂപത്തിൽ, ഇൻ ഹിസ് ഇമേജ്, 1:26. അതതിന്റെ അർത്ഥം ദൈവത്തിന്റെ സ്വരൂപം ദൈവം സ്നേഹമാണ്. ഗോഡ് ഈസ് ലവ്. ദൈവം സ്നേഹമാണ്. സ്നേഹമാണെങ്കിൽ ഒരാൾ പോരാ, ഒന്നിലധികം പേര് വേണം, വേണ്ടേ? ഒരാൾ മാത്രം ഉണ്ടെങ്കിൽ സ്നേഹമാകും ഇല്ല. ജീവിതത്തിൽ നമ്മൾ മാത്രം. ഞങ്ങൾ ആരെങ്കിലും ജോലിക്ക് പോകും. എന്തിനാണ് ജോലിക്ക് പോവുക? കുടുംബത്തെ പോറ്റാൻ. സത്യത്തിൽ ഈ കുടുംബത്തെ പോറ്റാൻ വേണ്ടി ജോലി ചെയ്യുന്ന പ്രവാസി മലയാളികളോട് എനിക്ക് ഭയങ്കര ബഹുമാനമുണ്ട്. കുടുംബമായിട്ടൊക്കെ അവിടെ താമസിക്കുന്നവർ ബഹുമാനം ഇല്ലെന്നല്ല, അതിലേറെ ബഹുമാനം ഒറ്റയ്ക്കൊക്കെ പോയി താമസിക്കുന്നു. ഞാനൊരിക്കൽ ഖത്തറിൽ തിരിച്ചു വരികയാണ്. ഖത്തറിൽ തിരിച്ചു വരുമ്പോ സങ്കടം തോന്നിപ്പോയൊരു കാര്യം, ഞാനിങ്ങനെ എല്ലാവരും ഇരുന്ന് കഴിഞ്ഞിട്ട് ഏതാണ്ട് ഒരു പുസ്തകം എടുത്ത് വായിക്കാന്ന് വെച്ചോണ്ട് കഷ്ടകാലത്തിന് മേളത്തെ ഇത് തുറന്നപ്പോ ഞാൻ പുസ്തകം എടുക്കാൻ വേണ്ടി തുറന്നു, ഒരാവശ്യമില്ലാത്ത തുറപ്പായി പോയി. അവിടെ നിന്ന് പെട്ടി, ഒരു ഭാരമുള്ള പെട്ടി ഉരുണ്ട് എന്റെ ഇപ്പുറത്തിരുന്ന ആളുടെ തലയിൽ വീണു. എന്താ ചെയ്യുക, ഒരത്തയ. ഞാൻ എല്ലാം കെട്ടിപ്പിടിച്ചു, തൂത്ത്, വേറെ ഒന്നും പറഞ്ഞില്ല. എന്നെ വഴക്കൊന്നും പറഞ്ഞില്ല. അങ്ങനെ കണ്ണിൽ കൂടെ ചോര പിടിക്കും, നല്ല വേദനയാണ്. അത് ഞാനിങ്ങനെ സംസാരിച്ചപ്പോൾ പറഞ്ഞു, 44 വർഷമായിട്ട് ഖത്തറിൽ ജോലി ചെയ്യുക, ഒരു കൊട്ടാരത്തിന്റെ ഗാർഡനറാണ്. പിള്ളേരെ കെട്ടിച്ച് പിന്നെ ഞാൻ അവിടെ ആരാണ്ടര കാലം പിടിച്ച് പിന്നെ നിന്നു. കൊച്ചുമോനെ പഠിപ്പിക്കാൻ വേണ്ടി അവനിപ്പോ MBA കയറുന്നു. അവനെ പഠിപ്പിച്ചിറക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ അതിനു മുമ്പ് ഇനിയും 74 കർശനമായി പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ മകനെ കെട്ടിച്ചു കൊച്ചുമോനെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന അപ്പച്ചൻ തിരിച്ചു വന്നപ്പോൾ പാവം അയാളുടെ തല ഞാൻ പെട്ടുതള്ളിയിട്ടു. എനിക്കത് ഭയങ്കര സങ്കടമായി. ജീവിതത്തിന്റെ എല്ലാം കഴിഞ്ഞ് തള്ളിപ്പോയ അയാളുടെ തല ഞാൻ പെട്ടുതള്ളിയിലുണ്ടെന്നുള്ള ഒരു സങ്കടം. എന്നാലും അങ്ങനെ ഒരു മുസ്ലിം മത്ത എന്തോരം വർത്തമാനം പറഞ്ഞ കുടുംബത്തെ കുറിച്ച് പറഞ്ഞു പോകുന്നത് ഇതായിരുന്നു. MBA ഒക്കെ ഒന്ന് കഴിഞ്ഞായിരുന്നെങ്കിൽ ആരുടെയെങ്കിലും കാലം പിടിച്ച് ആരാണ്ടെയൊക്കെ ഈ സമയത്തിനുള്ളിൽ പരിചയപ്പെട്ടിട്ടുണ്ട്, അവനെ കൂടെ അവിടെ നിന്ന് ആക്കിയിട്ട് പോരാൻ ഒത്തിരുന്നെങ്കിൽ ഒരു സമാധാനമായി. 74 വർഷത്തിൽ 44 വർഷം അവിടെ ആയിരുന്ന മനുഷ്യൻ ആകെപ്പാടെ 2 വർഷത്തിൽ ഒരിക്കൽ മാത്രമേ 10 22 പ്രാവശ്യമേ ഒരു മാസത്തേക്കിന് നാട്ടിൽ വന്നു. അയാൾ ആർക്ക് വേണ്ടിയാ ജീവിച്ചത്? എന്തിനു വേണ്ടി ജീവിച്ചു? കുടുംബം ഒരു ത്യാഗമാണ്. അപ്പൊ അതാണ് സ്വന്റെ സ്വരൂപം. ദൈവം സ്നേഹമാണ്. സ്നേഹം സാക്രിഫൈസ് ആണ്. അപ്പൊ ആ സാക്രിഫിഷ്യൽ ലവ് ആണ് നമ്മളവിടെ കാണുന്നത്. ആ സ്വരൂപത്തിലാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. സ്നേഹം ബന്ധമാണ്. ദൈവം ബന്ധമാണ്. പിതാവും പുത്രനും പരിശുദ്ധനുമായ സർവേശ്വരൻ ദൈവം ബന്ധമാണ്. ആ ബന്ധത്തിന്റെ സ്വരൂപത്തിലാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പൊ മനുഷ്യന് ബന്ധങ്ങൾക്കുള്ള കഴിവുണ്ട്. ബന്ധങ്ങളാണ് മനുഷ്യൻ. ആ ബന്ധങ്ങൾ നഷ്ടപ്പെട്ടാൽ മനുഷ്യൻ മൃഗമായിട്ട് മാറും. മനുഷ്യന് ബന്ധങ്ങൾ വേണം. ആ ബന്ധങ്ങളുടെ ഏറ്റവും വലിയ ബന്ധമാണ് കുടുംബം എന്ന ബന്ധം. ആ കുടുംബം എന്ന ബന്ധത്തിന്റെ ആ ഇൻസ്റ്റിറ്റ്യൂഷൻ ദൈവം ഏതിനെ സ്ഥാപിക്കുകയാണ്. അവരെ ഏതിന്റെ തോട്ടത്തിലാക്കി വെച്ചു. അവർക്കെല്ലാം കൊടുത്തു. അവർക്ക് തോട്ടം കൊടുത്തു, സ്ഥലം കൊടുത്തു, അവർക്ക് ആഹാരം കൊടുത്തു, അവർക്ക് കുടുംബം കൊടുത്തു, അവർക്കെല്ലാം കൊടുത്തു. എന്നിട്ട് അവർക്ക് കൽപ്പനയും കൊടുത്തു. അവരെ ഒന്നിച്ച് അവിടെ ആക്കി വെച്ചു. പക്ഷെ പാപം ചെയ്തു, കൽപ്പന ലംഘിച്ചു, ഫ്രീ വില്ല്. ചിലരൊക്കെ ചോദിച്ചിട്ടുണ്ട്, ദൈവത്തിന് ഇതൊക്കെ അറിയത്തില്ലായിരുന്നു. ദൈവത്തിന് ഇതെല്ലാം അറിയാമായിരുന്നു. പക്ഷെ ദൈവം ഒരിക്കലും മനുഷ്യൻ തെറ്റിപ്പോകാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ മനുഷ്യന് ദൈവം ഫ്രീഡം കൊടുത്തു. ഫ്രീഡം, ആ ഫ്രീഡം അവർ മിസ്യൂസ് ചെയ്തപ്പോൾ അവർ പാപം ചെയ്ത് സംഭവിച്ചപ്പോൾ അവർ വല്ലാതെ അകലുകയാണ്. ഭർത്താവിനോട് വന്ന് ആദ്യം ചോദിക്കുന്ന കർത്താവ് നീ എവിടെയാണെന്ന് അപ്പനോടാണ്. അതെല്ലാ അപ്പന്മാരും ഓർത്തോണം. ഹീസ് റെസ്പോൺസിബിൾ. ഒരു കുഞ്ഞ് നഷ്ടപ്പെട്ട ഒരു കുടുംബത്തിൽ പ്രശ്നം വന്നാൽ കർത്താവ് ആദ്യം ചോദിക്കുന്ന അമ്മയോടല്ല. നമ്മളെപ്പോഴും അമ്മയോട് പറയും, നീയല്ലേ പിള്ളേരെ വളർത്തിയത്, നീയല്ലേ പഠിപ്പിച്ചത്, നിനക്ക് തന്നെയാണ്. അപ്പന് കർത്താവിന് ചോദിക്കാനുള്ളത് അമ്മയോടല്ല. അപ്പനുണ്ടെങ്കിൽ അപ്പനോട് ചോദിച്ചിട്ടേ അമ്മയോട് ചോദിക്കത്തുള്ളൂ. അപ്പനോട് ചോദിച്ചിട്ട് കർത്താവ് അമ്മയോട് ചോദിക്കത്തുള്ളൂ.
ആദം നീ എവിടെ? ആദം ഇതിനകത്ത് ഇല്ല ഡ്രാമായി, 2ാം സ്ഥാനമാണ്. ഹവ്വ പറഞ്ഞിട്ടാണ് ആദമിന് കൊണ്ട് കൊടുക്കുക. പക്ഷെ ദൈവം ചോദിച്ച ആരോടാണ്? യഹോവയെ ദൈവം മനുഷ്യനെ വിളിച്ചു, നീ എവിടെ ചോദിച്ചു. നീ നക്കൽ നിന്നോട് ആര് പറഞ്ഞു? ഞാൻ നിന്നോട് കൽപ്പിച്ചിരുന്ന ഭക്ഷണം കഴിച്ചോ? നീ എനിക്ക് കൂട്ടായിട്ട് തന്ന സ്ത്രീ തന്നു. അപ്പം മാൻ ഈസ് റെസ്പോൺസിബിൾ, ഹസ്ബൻഡ് ഈസ് ദ ഹെഡ്ഷിപ്പ്, and he is responsible to answer the questions of God. He is supposed to answer it. അതുകൊണ്ട് എല്ലാ അപ്പന്മാരും ഓർക്കണം, അവരാണ് റെസ്പോൺസിബിലിറ്റി. വീട്ടിൽ പായിലിരിക്കേണ്ട ഉത്തരവാദിത്വം അപ്പനാണ്. ദൈവം അപ്പനോടെ ചോദിക്കുന്നു. ആദ്യത്തെ ചോദ്യം അപ്പനോടാണ്. കാരണം ദൈവം ഹൈറാർക്കി ഓണർ ചെയ്യുന്നുണ്ട്. നമ്മളാദ്യം അവളാണ്, ഞാനിവിടായിരുന്നു, അവളാ വളർത്തിയത്, അവിടെ കുറ്റമാണെന്നൊക്കെ നമുക്ക് പറഞ്ഞൊഴിയാം. ഒഴിയരുതേ. ഭാര്യയോടല്ല കർത്താവിന് ചോദിക്കാനുള്ളത്, ഭർത്താവിനോടാണ്. ഭർത്താവിനോടെ കർത്താവ് ചോദിക്കത്തുള്ളൂ. ഭർത്താവ് വേണം ഭാര്യയോട് ചോദിച്ചോണം, പക്ഷെ ഭർത്താവിനോട് ചോദിക്കും. ഭർത്താവ് ഉണ്ടെങ്കിൽ ഭർത്താവിനോട് കർത്താവ് ചോദിക്കും. ചോദിച്ചു, നീ എവിടെയാ? അപ്പൊ ആദം പറഞ്ഞു, അവൾ എനിക്ക് തന്നു, കുറ്റം അവിടേതായി. ഇവർ തമ്മിൽ അകലാനായിട്ട് തുടങ്ങുകയാണ്, അകലങ്ങൾ ഉണ്ടാകുകയാണ്. സത്യത്തിന് ആ അകലങ്ങളാണ് പിന്നത്തേതിൽ 4-ാം അധ്യായത്തിൽ വല്ലാത്ത അകലമായിട്ട് പറയുന്നത്. എന്താ 4-ാം അധ്യായത്തിലെ അകലം? ചേട്ടൻ അനിയനെ കൊല്ലുകയാണ്. ഒരുവനില്ലായ്മ പോകുന്ന അകലത്തിലേക്ക് പോയി. ആ അകലത്തിൽ പോകാനുള്ള കാരണം എന്താ? ബേസിക് റീസൺ, അപ്പനും അമ്മയും തമ്മിൽ കുറ്റപ്പെടുത്താൻ തുടങ്ങി. അപ്പനും അമ്മയും കുറ്റപ്പെടുത്താൻ തുടങ്ങിയത് എന്തുകൊണ്ടാണ്? ദൈവത്തിൽ നിന്ന് അകന്നത് കൊണ്ടാണ്. അപ്പം നോക്കൂ, എല്ലാ അകലങ്ങളും തുടക്കം ദൈവത്തിൽ നിന്നാണ്. ദൈവത്തിൽ തുടങ്ങുമ്പോൾ മനുഷ്യരിൽ അകലാൻ തുടങ്ങും. അത് ഒരുവൻ ഇല്ലാതാകുന്ന അകലങ്ങളിലേക്ക് 4-ാം അധ്യായത്തിൽ വന്നു ചേർന്നു. കണ്ടോ? 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോ കായീൻ ഹാബിലിനെ കൊല്ലുകയാണ്. സങ്കടം തോന്നുന്നുണ്ട്. ഈ ചേട്ടനും അനിയനും കൂടെ പോയുള്ള ആ ഒരു സങ്കടം, എനിക്കതെന്നും സങ്കടമാണ്. ഈ ചേട്ടൻ അനിയനെ കൊന്നത് എങ്ങനെ കൊല്ലാൻ തോന്നി? ചേട്ടൻ അനിയനെ സത്യത്തിൽ ചേട്ടനും അനിയനും കൂടെ ഒന്നിച്ചു പോയാൽ, ഞാനിത് പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ ചിലപ്പോൾ ഈ ഓൺലൈൻ പൗരുഷമൊക്കെ കേൾക്കുന്നവരായതുകൊണ്ട് സംഭവങ്ങളൊക്കെ ചിലപ്പോൾ ആവർത്തിക്കപ്പെട്ടെന്ന് വരാം. അതൊരു തെറ്റാണെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം കണക്ഷൻസ് കിട്ടുന്ന അതിൽ നിന്നൊക്കെയാണ്. എന്നാൽ ഈ ചേട്ടനും കൂടെ ഭയങ്കര ബന്ധമല്ല. എൻ്റെ അപ്പന്റെ ജ്യേഷ്ഠനൊക്കെ ഒരു കുടിയുടെ ലോകത്തോടൊക്കെ നടന്നവരാ. തോട്ടവും പഴക്കും മല്ലും കേസും ഒക്കെ ആയിട്ട് നടന്ന, എനിക്കത്ര ഓർമ്മയില്ലത്. എന്നാലും ആ അപ്പന്റെ ജ്യേഷ്ഠന്റെ മദ്യപാനവും എന്റെ കയ്യിൽ കിടന്നാണ് അദ്ദേഹം മരിക്കുന്നത്. കുടല് പൊട്ടി കുടിച്ച് മരിക്കുമ്പോൾ എടുത്തോണ്ട് പോയത് എല്ലാം ഞാൻ തന്നെയാണ്. അന്ന് ഞാൻ PG പഠിക്കുന്ന സമയം എൻ്റെ കയ്യിൽ ഇങ്ങനെ എടുത്തുകൊണ്ടാണ് ഞാൻ, എൻ്റെ അപ്പന്റെ ചേട്ടൻ എൻ്റെ കയ്യിൽ കിടന്നാണ് മരിക്കുക. എൻ്റെ കയ്യിൽ നിന്ന് പറഞ്ഞ് ഞാനിങ്ങനെ വാരിയെടുത്ത് ഐസിയിലോട്ട് എൻ്റെ കയ്യിൽ നിന്നാകും ചോര ഒലിപ്പിച്ച്. അതുപോലെയൊക്കെ ഉള്ള ഒരു കുടുംബ പശ്ചാത്തലമൊക്കെ ഞാൻ. അതിനിടയ്ക്ക് അപ്പം പറയുന്നൊരു കാര്യമുണ്ട്. ഇവര് തോട്ടത്തിൽ നോക്കി അവർക്കൊന്ന് ജീപ്പ് പിടിച്ച് എല്ലാവരും കൂടെ കൊണ്ടൊക്കെ തോട്ടത്തിൽ നിന്ന് അങ്ങ് നാട്ടിലൊക്കെ വരും. പുല്ലാടും പാതിനൊക്കെ കുടിക്കാൻ ഷാപ്പ് തപ്പി. അപ്പൊ ജീപ്പ് നിറച്ച ആൾക്കാരൊക്കെ ആയിട്ടായിരിക്കും കൂട്ടുകാരനാണ് കൂടി കുടിക്കാൻ പോകും. അപ്പൊ കുടിക്കാൻ പോകുമ്പോൾ ഇവര് ചേട്ടനും അനിയനും തമ്മിലൊരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. ആദ്യത്തെ ദിവസം ചേട്ടൻ കുടിച്ചാൽ അനിയൻ ആദ്യം ഒരു ഇച്ചിരി കള്ളു കൊടുത്തിട്ട് ജീപ്പേ കയറ്റിയിരുന്നു. കുടിക്കാൻ പാടില്ല. എന്താ ചോദിച്ചാൽ ഈ പോകുന്ന മുഴുവൻ അമ്മമാരും അടിച്ച് ഓഫായി പോയാൽ പിന്നെ ഷാപ്പിൽ അടിയുണ്ടാകും. ഷാപ്പിൽ അടി ഉണ്ടാക്കിയാൽ ഇത്രയും പേർക്ക് വേണ്ടി അടിക്കേണ്ട ഉത്തരവാദിത്വം കുടിക്കാൻ നിൽക്കുന്ന ഒരാൾക്കാണ്. മൊത്തം പേരെ അടിച്ച് ഓടിച്ച് ഇവരെ ജീപ്പേ കയറ്റി വണ്ടിയെ കൊണ്ടുപോകണം. അതിന് ഒരുത്തം കുടിക്കാൻ നിൽക്കും. അടുത്ത ദിവസം മറ്റേ ചേട്ടൻ കുടിക്കാൻ നിൽക്കും, അനിയൻ ബാവ കുടിക്കും. അതിന്റെ അടുത്ത ദിവസം ഉമ്മൻ ചേട്ടൻ ബാവ കുടിക്കും. അപ്പൊ ഇവര് ഓഫാകുന്ന ഒരാളെ ഓഫാകും. കാരണം അടി ഉണ്ടാകുന്ന ഉറപ്പാണ്. അടി ഉണ്ടായാൽ ഒരാൾ നേരെ നിന്നാൽ മതി, ബാക്കി എല്ലാവരെയും കൊണ്ടുപോകുന്നുള്ള ഉറപ്പ്. അത് ഒരു സഹോദരന്റെ ഉറപ്പാണ്. അത്ര ഒരു ബന്ധമല്ലേ ഈ സഹോദരന്മാര് തമ്മിൽ. ഇട്ടച്ച് പോകാത്ത സഹോദരന്മാരല്ലേ ഉള്ളൂ. ബാക്കി എല്ലാവരും ചിലപ്പോൾ നിവൃത്തിയില്ല വരുമ്പോൾ ഇട്ടച്ച്. സഹോദര ബന്ധം അത്ര ശക്തമാണ്. പക്ഷെ അവിടെയാണ് ഇവിടെ ചേട്ടൻ അനിയനെ കൊല്ലുന്നത്. അന്ന് മുതലാണ് ഈ സഹോദരങ്ങൾ തമ്മിൽ അകലാൻ തുടങ്ങി. സിബിലിംഗ് തകർത്ത് അതിന്റെ പാരമ്പര്യത്തിലൊക്കെ ഇന്ന് വന്നിരിക്കുക. ചെറിയ അപ്പൊ നമ്മളൊക്കെ പറയും ഇപ്പൊ ഈ വിദ്യാഭ്യാസം ഇല്ലാത്തവരുടെ ഇടയിൽ അതൊക്കെ ഒന്നും ഒന്നല്ല. ഞാൻ കാണുന്നത് സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള കാശുള്ളവരുടെ ഇടയില്ല. കാശില്ലാത്തവരുടെ ഇടയിലൊക്കെ ഭയങ്കര ബന്ധമാണ്. നമ്മളുടെ ഇടയിലാണ് ഈ ബന്ധങ്ങളൊക്കെ കുറയുക. എന്ന് പറഞ്ഞാൽ നമുക്ക് പണമായി, നമുക്ക് കുടുംബമായി, നമുക്ക് അറിവായി, സ്വാർത്ഥത കൂടി. സ്വന്തം സഹോദരന് വേണ്ടി എന്തും ചെയ്യാൻ പഠിക്കാത്ത, എന്ത് വിട്ടുവീഴ്ചയ്ക്കും എന്തും ചെയ്യാൻ തകരുള്ള ആ ബന്ധം അവിടെ ഉലയുകയാണ്. ചേട്ടനാൻ അനിയൻ കൊല്ലപ്പെടും. എന്തൊരു ഗൗരവം.
അനിയനെ കൊല്ലാൻ തുടങ്ങിയപ്പോൾ ഒരുപക്ഷെ അനിയൻ കൈ കുപ്പി പറഞ്ഞു കാണും, എന്നെ കൊല്ലരുത്, ഞാൻ എവിടെങ്കിലും പോയി ജീവിച്ചോളാം. പക്ഷെ ചേട്ടൻ കൊന്നു, അകന്നു ബന്ധങ്ങൾ, രക്തബന്ധം. ബ്ലഡ് ഈസ് തിക്കർ ദാൻ വാട്ടർ. ചൊല്ലുണ്ട്, രക്തം വെള്ളത്തെക്കാട്ടി വേഗത്തിൽ എന്തോ ചെയ്യും? ഒട്ടിപ്പിടിക്കും, അല്ലേ? രക്തം വെള്ളത്തെക്കാട്ടി വേഗത്തിൽ ഒട്ടിപ്പിടിക്കണം. അതാണ് രക്തം. പക്ഷെ എനിക്ക് തോന്നുന്നു ഇന്ന് എല്ലാവരും ഒരു 35 കഴിയുമ്പോൾ ബ്ലഡ് തിന്നർ കഴിക്കുന്നുണ്ട്. ആസ്പിരിൻ ഗുളിക 75 ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് കഴിച്ചോളാൻ. അത് കഴിക്കുന്നുണ്ടെന്ന് തോന്നുന്നു എല്ലാവരുടെ ബ്ലഡിന്റെ കട്ടി കുറഞ്ഞുകൊണ്ടായിരിക്കണം ബന്ധം കുറഞ്ഞു പോയത്. അതുകൊണ്ട് ഈ ആസ്പിരിൻ നിർത്തണ്ട, പക്ഷെ കട്ടി കൂട്ടാൻ പ്രാർത്ഥിക്കണം. ആസ്പിരിൻ നിർത്തിയാൽ ചിലപ്പോൾ ബ്ലോക്ക് ഉണ്ടാകും. പക്ഷെ ബ്ലോക്ക് ഉണ്ടാകുന്നതിലും വലിയ ബ്ലോക്കാണ് ബന്ധങ്ങളിൽ ബ്ലോക്ക്. സത്യമല്ല ഞാൻ പറഞ്ഞേ. ബ്ലഡ് സ്റ്റിക്കർ, പണ്ട് ബ്ലഡ് പെട്ടെന്ന് കട്ടിയാവും, ഒട്ടിപ്പിടിക്കും. ഇന്ന് അതുകൊണ്ട് ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ 3 ദിവസം മുമ്പ് ആസ്പിരിൻ ഗുളിക നിർത്താൻ പറയും. എന്തിനാ? ബ്ലീഡിങ് കുറയ്ക്കാൻ വേണ്ടി, ഉണ്ടാകാതിരിക്കാൻ വേണ്ടി, ബ്ലഡ് ക്ലോട്ട് ആകാൻ വേണ്ടി. പക്ഷേ ബ്ലഡ് തിന്നറാണോ നമ്മുടെ പ്രശ്നം? അറിയില്ല. ഏതായാലും ബന്ധങ്ങൾ അകലാൻ തുടങ്ങി. അതാണ് 4-ാം അധ്യായം. എന്നാൽ 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോ ആദമിന് അടുത്ത കുടുംബ പശ്ചാത്തലം ഉണ്ടാകുകയാണ്. ശേത്തിലൂടെ നാം കാണുന്നു, അവന്റെ സ്വരൂപത്തിൽ ഒരു മകനെ ജനിപ്പിച്ചു, അവന് ശേത്ത് എന്ന് പേരിട്ടു. ഉൽപ്പത്തി 5 ശേത്ത് എന്ന പേരിട്ടു. ഈ ശേത്തിലൂടെ വംശപാരമ്പര്യം തുടരുകയാണ്. ആ പാരമ്പര്യത്തിൽ നമുക്കൊന്ന് ചിന്തിക്കണം. അവിടെയാണ് ഞാൻ എന്റെ കുടുംബ വിചാരങ്ങളെ തുടരുന്നത്. അതെനിക്ക് ദൈവം എന്നോട് സംസാരിക്കാൻ പറഞ്ഞ വലിയൊരു ചിന്തകളാണ്. അത് ഒരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ സാരമില്ല, ഒന്നുകൂടെ കേൾക്കുക. കാരണം എനിക്ക് ഭയങ്കര എന്നോട് ദൈവം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബോധ്യതയാണ് ഞാൻ ഈ പങ്കുവയ്ക്കുക. അവിടെ 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 5-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യത്തിൽ ഹാനോക്കിനെ കാണുന്നുണ്ട്. ഹാനോക്ക് ആരാണ്? എല്ലാവർക്കും അറിയാം ഹാനോക്കിനെ. ഹു ഈസ് ഇനോക്ക് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാം, ബൈബിൾ ക്വിസാണ്. അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. ആരെടുത്തു? ദൈവം അവനെ എടുത്തു. അങ്ങനെയാണ് കണക്ക്. ഇനോക്ക് വാക്ക് വിത്ത് ഗോഡ് ആൻഡ് ഹി വാസ് നോട്ട്, ഫോർ ഗോഡ് ടുക്ക് ഹിം. അവൻ ഇല്ലാതായി, അവനെ എടുത്തു. ദൈവം എടുത്തുകൊണ്ടതിനാൽ ഹി വാസ് ടുക്ക് ബൈ ഗോഡ്. ദൈവം അവനെ എടുത്തു. എന്തിനാ ദൈവം അവനെ എടുത്തത്? ഹാനോക്ക് ദൈവത്തോട് കൂടാണ്. അപ്പൊ ദൈവത്തോട് കൂടാണെന്നുള്ള വാക്കിന്റെ ആ പ്രാധാന്യത്തെ ഓർക്കണം. എന്താണ് ഈ ഹാനോക്കിനെ ദൈവത്തോട് കൂടെ നടത്തിയത്? ഹി വാസ് ലീഡിങ് എ വെരി നോർമൽ ലൈഫ് അറ്റ് ദ ഏജ് ഓഫ് 65. പക്ഷേ 65-ലാണ് ഈ ഹാനോക്കിന് മാറ്റം ഉണ്ടാകുന്നത്. ഹി വാസ് ലീഡിങ് എ വെരി നോർമൽ ലൈഫ്. എല്ലാ മനുഷ്യരെ പോലൊക്കെ പ്രാർത്ഥിക്കുകയോ പാടുവോ കല്യാണം കഴിച്ചു, സ്വാഭാവികമായ ഒരു മനുഷ്യനെ ജീവിച്ചു. പക്ഷെ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് ഈ ഹാനോക്കിന്റെ ജീവിതത്തിൽ ഉണ്ടായത് 65-ാമത്തെ വയസ്സിലാണ്. എന്താണ് ആ ഡ്രാസ്റ്റിക് ചേഞ്ചിന്റെ കാരണം? അവനൊരു കുഞ്ഞ് ജനിച്ചു. അതാണ് നമ്മളിവിടെ കാണുക, മെതൂശലേഖ്. ആരാ മെതൂശലേഖ്? ഹാനോക്കിനുണ്ടായ മോനാണ്. മെതൂശലേഖ് എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണ്? അവൻ മരിക്കുമ്പോൾ അത് സംഭവിക്കും. അതാണ് ആ വാക്കിന്റെ അർത്ഥം. അപ്പൊ ഈ കുഞ്ഞ് ജനിച്ചതോടുകൂടി ഹാനോക്കിനൊരു മുന്നറിവുണ്ടായി, ഇവന്റെ മരണത്തിങ്കിൽ എന്തോ ഒന്ന് സംഭവിക്കും. അത് അപ്പനെന്ന നിലയിൽ ഹാനോക്കിനെ അസ്വസ്ഥനാക്കി. അന്ന് മുതൽ ഹാനോക്ക് ദൈവത്തോട് കൂടാണ്. ഈ കുഞ്ഞിനെ കാണുമ്പോൾ ആകെ ഒരു വെപ്രാളം, ദൈവം ഇവൻ എന്തെങ്കിലും സംഭവിക്കും. ആ ഗൂഗിളിലൊക്കെ എടുത്തിട്ട് സെർച്ച് ചെയ്ത് അതിന്റെ അർത്ഥം കിട്ടും. ഒരു ഷാർപ്പ് എഡ്ജായിട്ടുള്ള എന്തോ സംഭവിക്കാൻ പോകുന്ന ഒരു ആകുലത അവനെ ഭരിച്ചു. അപ്പോൾ ഈ ഹാനോക്കിന് ഒരു മുന്നറിവ് കിട്ടി. ആരെ കുറിച്ച്? മകനെ കുറിച്ച്. ഈ മകൻ മരിക്കുമ്പോൾ എന്തോ ഒന്ന് സംഭവിക്കും. അപ്പൊ സ്വാഭാവികമായിട്ട് അപ്പൻ എന്ത് പ്രാർത്ഥിക്കുകയാണ്? കർത്താവേ, മകൻ മരിക്കല്ലേ ഉടനെയോ. അതുകൊണ്ട് തന്നെ വേദപുസ്തക ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ നാൾ ജീവിച്ചിരുന്ന വ്യക്തിയായിട്ട് മാറി മെതൂശലേഖ്. ആകെ ആയുസ് എത്രയാണ്? 969. 969 അല്ലേ? 969, 27-ാമത്തെ വാക്യം. 969 വർഷം ജീവിച്ചിരുന്നു. കുറിച്ചിട്ടോ 969. ഈ 969-നകത്തുനിന്ന് 25-ാമത്തെ വാക്യത്തിൽ മെതൂശലേഖിന് 187 വയസ്സായപ്പോൾ അവന് ലാമാക്കിനെ ജനിപ്പിച്ചു. അപ്പം 969 മൈനസ് 187, 187 സമം 782, 782 കിട്ടും. അടുത്തത് ലാമക്കിന് 182 വയസ്സായപ്പോൾ നോഹയെ ജനിപ്പിച്ചു. അപ്പൊ 782-ൽ നിന്ന് 182 കുറച്ചാൽ ഒരു സംഖ്യ കിട്ടും, 600. ഈ 600-നൊരു പ്രത്യേകതയുണ്ട്. ഈ 600 എന്ന് പറയുമ്പോൾ 6-ാം അധ്യായം കഴിഞ്ഞിട്ട് 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഭൂമി ജലപ്രളയം ഉണ്ടായപ്പോൾ 7-ന്റെ 6, ഉൽപ്പത്തി 7:6.
ജലപ്രളയം ഉണ്ടായപ്പോൾ നോഹയ്ക്ക് 600 വയസ്സായിരുന്നു. 600 വയസ്സായിരുന്നു. അപ്പോ നോഹയ്ക്ക് 600 ആയപ്പോൾ സ്വാഭാവികമായും മെഥൂശലഹിന് 969 ആയി. 969 ആയപ്പോൾ മെഥൂശലഹ് മരിച്ചു. അത് സംഭവിച്ചു. പ്രളയം സംഭവിച്ചു. ഈ പ്രളയം വരുമെന്ന് അത്രയും വർഷം മുമ്പ് ഹാനോക്കിന് മുന്നറിവുണ്ടായിരുന്നു. മകൻ ജനിച്ചപ്പോൾ മകൻ മെഥൂശലഹ്, ലാമാക്ക്, നോഹ. 600 വയസ്സിൽ മെഥൂശലഹ് മരിക്കും. അപ്പൊ മെഥൂശലഹ് മരിക്കുമ്പോൾ സംഭവിക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് ഹാനോക്കിന് മുന്നറിവുണ്ടായി. അപ്പോൾ കുടുംബങ്ങൾക്ക് വേണ്ടത് മുന്നറിവാണ്. അതാണ് ഒരു അപ്പനെ അപ്പനാക്കുക. അപ്പൊ ദൈവത്തോട് കൂടെ നടക്കണം. ആർക്ക് വേണ്ടി? മക്കൾക്ക് വേണ്ടി. മക്കളുണ്ടാകുന്നതോടുകൂടി സ്റ്റാറ്റസ് മാറുകയാണ്. മുന്നറിവ് വേണം. ഇത് വളരെ ഗൗരവമായിട്ട് ദൈവം എന്നെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. മുന്നറിവുള്ള കർത്തദാസന്മാർ നമുക്കുണ്ടായിരുന്നു. സത്യത്തിൽ കർത്തദാസന്മാർക്ക് മുന്നറിവുണ്ടായി. ഒരു പെന്തക്കോസ്ത് പാരമ്പര്യത്തിൽ ജനിച്ചവരോടൊക്കെ ഞാൻ ചോദിക്കുക. അന്ന് പ്രവാചകനുണ്ടായിരുന്നു. പോയി നിൽക്കാൻ പേടിയായിരുന്നു. കാരണം അവർക്ക് മുന്നറിവുണ്ടായിരുന്നു. ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്, കോളേജിലൊക്കെ പഠിക്കുന്ന ഒരു പ്രീ ഡിഗ്രി സമയത്തൊക്കെ അത്യാവശ്യം ചില്ലറ ഉഴപ്പൊക്കെ ഉണ്ടായിരുന്നു. വലിയ ഉഴപ്പിലൊന്നും പോയില്ലെങ്കിൽ ചെറിയ ഉഴപ്പ്. എന്നാലും പേടിയാണ്. പ്രവർത്തിക്കാനൊക്കെ കൊണ്ടു നിർത്തുമ്പോൾ ഈ കറക്റ്റ് പ്രവാചകരുണ്ട്. അവർക്കൊരു കുഴപ്പമുണ്ട്. അവർക്ക് പരിജ്ഞാനക്കുറവുണ്ടെന്ന് നമ്മൾ ഇന്നത്തെ ഭാഷ പറയും. നമുക്ക് ഈ പരിജ്ഞാനം കൂടിപ്പോയത് കുഴപ്പമായി പോയി. അവർക്ക് പരിജ്ഞാന കുറവുണ്ടായിരുന്നോണ്ട് അവർ കാണുന്നു ഷാർപ്പായിട്ട് അങ്ങ് വിളിച്ചു പറയും. വല്ലാതെ വിളിച്ചു പറയും, കീറിക്കളയും. അപ്പൊ ഈ പാർശ്വം മൂലം നോക്കുന്ന നിലയിൽ അവസാനം കൊണ്ടിങ്ങനെ നിർത്തും. വീടിട്ട് ചന്ദിക്കുന്നു. എത്ര വട്ടം സത്യസന്ധമായിട്ട് പറയാ, ഓടിപ്പോയി അടുക്കളയുടെ സൈഡിലൊക്കെ ഇന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. കർത്താവെ ക്ഷമിക്കണേ, കർത്താവെ ക്ഷമിക്കണേ, കർത്താവെ ക്ഷമിക്കണേ, വെളിപ്പെടല്ലേ കർത്താവ്, എന്തോ പറഞ്ഞു ചെയ്തൊക്കെ മേലിൽ ആവർത്തിക്കത്തില്ല. അപ്പൊ കാരണം ഒരു അറിവുണ്ടായിരുന്നു, ഈ ഏറ്റു പറഞ്ഞ പാപം വെളിപ്പെടുത്തില്ല. ആരോ അത് സത്യമാണെന്ന് തോന്നുന്നു. ഏറ്റു പറഞ്ഞ അവന്റെ പുത്തന്റെ രക്തം കൊണ്ട് കഴിയിക്കണം. പിന്നെ അത് ആർക്കും വെളിപ്പെടുത്തുന്നില്ല. ഏറ്റു പറയപ്പെടാത്ത പാപമായിരിക്കാം വെളിപ്പെടുത്തുന്നത്. അപ്പൊ അതുകൊണ്ട് കർത്താവെ വെളിപ്പെടൽ എന്നൊക്കെ പോയി പറഞ്ഞ് വിറച്ചാ നിൽക്കുന്നു. എന്നാലും പൊക്കുവാനും കയ്യോടെ പൊക്കുന്നു. എത്ര സംഭവം. പ്രേമലേഖനമൊക്കെ ഇങ്ങനെ ബുക്കിനടിയിൽ നിന്നൊക്കെ എടുത്തോണ്ട് ഇങ്ങോട്ട് വന്നേ പുസ്തകം എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ എടുത്തിങ്ങനെ കൊണ്ട് നിർത്തി ചമ്മി നിൽക്കുന്നതൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. പക്ഷെ അതുകൊണ്ട് ഇതുങ്ങളെല്ലാം രക്ഷപ്പെട്ടത്. സത്യത്തിൽ രക്ഷപ്പെട്ടു. നമുക്ക് അന്ന് ഈ ഉപവാസ പ്രാർത്ഥനകളൊക്കെ പ്രവാചക ശുശ്രൂഷകൾ വരുമ്പോ ഇടയ്ക്ക് പറയും ഒരു അപവാദം വരാൻ സാധ്യതയുണ്ട്, സഭ ഒരുമിച്ച് പ്രാർത്ഥിച്ച ഒരു കൈയടി. ഒരാൾ അപകടം നടക്കുന്ന ഒരു ചെറുപ്പക്കാരൻ മരിച്ചു കിടക്കുന്ന കാണുന്നു, കൈയടിച്ചു, ആരാധിച്ചു, പ്രാർത്ഥിച്ചു, 3 ദിവസം ഉപവാസം വെച്ചു. സത്യത്തിൽ ഒത്തിരി കാര്യങ്ങൾ ഒഴിഞ്ഞുപോയി. പരമാർത്ഥമല്ലേ? ഒത്തിരി കാര്യങ്ങൾ ഒഴിഞ്ഞുപോയി. കാരണം മുന്നറിവുള്ളവരുണ്ടായിരുന്നു. ധാരാളം പെൺകുട്ടികളും ആൺകുട്ടികളും വളർന്നു വന്ന ഒരു പ്രാദേശിക സഭ, എളിയവന്റെ സഭ. 3 വർഷം മുമ്പ് 4 വർഷം മുമ്പാണ് 2017 അപ്പ മരിച്ചു. 2016 വരെയൊക്കെ അദ്ദേഹം സജീവമായി രാത്രിയിൽ നിന്ന് പ്രാർത്ഥിക്കും. ഞങ്ങളുടെ കൊച്ചുങ്ങൾ ഈച്ച അനങ്ങി അറിയുമായിരുന്നു. വിളിക്കും. ആദ്യമൊക്കെ അവരെ എതിർക്കും. പക്ഷെ കൃത്യമായ ദൂതുകളുടെ മുമ്പിൽ വിധേയപ്പെടും. എന്നാ പിള്ളേരെല്ലാം രക്ഷപ്പെട്ടു പോയി. പക്ഷെ ഞാനൊരു പ്രസംഗികൻ എന്ന നിലയിൽ അറിയപ്പെടുന്നുണ്ടെങ്കിലും ഈ മുന്നറിവില്ലാത്തത് കൊണ്ട് എന്റെ കൈകളിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കാത്ത ചിലത് വഴുതിപ്പോയി. സങ്കടം. എനിക്ക് നെഞ്ച് വളരെ സങ്കടത്തോടെ ഞാൻ പറയും. മുന്നറിവ് വേണം. മുന്നറിവിന് വേണ്ടി പ്രാർത്ഥിക്കണം. എന്റെ കുഞ്ഞിന്നിപ്പോ എവിടാണ്, എന്താണ് സംഭവിച്ചിരിക്കുക, എന്താണ് മാറ്റത്തിന്റെ കാരണം? മുന്നറിവ് വേണം. ഒരു ദൈവദാസൻ എന്ന നിലയിൽ സഭയെക്കുറിച്ച് മുന്നറിവ് വേണം. സൺഡേ സ്കൂൾ അധ്യാപകരുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് മുന്നറിവ് വേണം. മുന്നറിവ് വേണമെങ്കിൽ അവരെ കുറിച്ച് പ്രാർത്ഥിക്കണം. എത്ര പേരുന്ന് രാത്രി ഗൗരവമായി ദൈവത്തോട് പ്രാർത്ഥിക്കും, കർത്താവേ മുന്നറിവുകൾ എത്തരണമേ. വളരെ സീരിയസ് ആയിട്ട് ദാസൻ ചോദിക്കുക മുന്നറിവുകൾക്ക് വേണ്ടി. അങ്ങനെ പ്രാർത്ഥിക്കുന്നവർ ഒരു നിമിഷം കരങ്ങളെ ദൈവസ്ഥത്തിലേക്ക് ഉയർത്തി പ്രാർത്ഥിച്ച്, ദൈവമേ എനിക്ക് മുന്നറിവ് തരണമേ, മുന്നറിവ് തരണം. ശുശ്രൂഷക എന്ന നിലയിൽ നമ്മുടെ വിചാരണയിലുള്ള ഓരോ കുഞ്ഞിനെ കുറിച്ചും ദൈവം നമുക്ക് മുന്നറിവ് തരണം. ഒരപ്പൻ എന്ന നിലയിൽ, അമ്മ എന്ന നിലയിൽ നിങ്ങളുടെ കുഞ്ഞ് എവിടെയാണ്? ഒരു പക്ഷെ കാനഡയിൽ പഠിക്കുകയായിരിക്കാം, ഓസ്ട്രേലിയയിൽ പോയിരിക്കാം, UK യിലായിരിക്കാം. മുന്നറിവ് വേണം. കുടുംബം മുന്നറിവിൻ്റെതാണ്. മുന്നറിവുള്ളവർ വേണം. അതിനെന്ത് ചെയ്യണം?
യാമങ്ങൾ എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം. യാമങ്ങൾ എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം. ഈ കഴിഞ്ഞ ദിവസം ഭയങ്കര കുട്ടിക്കാലത്ത് റിസോർട്ട് പോലത്തെ വലിയ കെട്ടിടങ്ങളും സംവിധാനങ്ങളും ഉള്ള ഒരു വലിയ മനുഷ്യൻ, ശരി ഇപ്പം റിയൽ എസ്റ്റേറ്റിന്റെ ഇച്ചിരി പ്രയാസത്തിൽ അദ്ദേഹത്തിന് ഇച്ചിരി കടമുണ്ടെന്ന് കേട്ടു. എങ്കിലും എനിക്കറിയത്തില്ല മനുഷ്യനെ. അദ്ദേഹത്തിന്റെ ഒരു കൂട്ടുകാരൻ എൻ്റെ ഒരു വളരെ അടുത്ത ആളോട് അദ്ദേഹത്തെ കുറിച്ച് ഒരു സാക്ഷ്യം പറഞ്ഞു. കുട്ടിക്കാലത്തെ തണുപ്പില് അദ്ദേഹം അവിടെ താമസിക്കുകയാണ്. അദ്ദേഹം മിക്കവാറും അവിടെ ആയിരിക്കും. തന്റെ വലിയ പ്ലാന്റേഷനും വലിയ സംഭവങ്ങളൊക്കെ അവിടെ. ആ വലിയ മനുഷ്യന്റെ മുറിയൊക്കെ ആഡംബര മുറിയാണ്, റിസോർട്ട് പോലത്തെ മുറിയും കട്ടിലും വലിയ മെത്തയൊക്കെ. അദ്ദേഹം ബന്ധുക്രിസ്തുകാരനല്ല, ഓർത്തഡോക്സുകാരനാണ്. പക്ഷെ അദ്ദേഹം റിസോർട്ടിൽ പോയിട്ട് ഒരു പായിട്ട് താഴെയാണ് കിടക്കുക. അപ്പൊ ഇത്രയും വലിയ മുറിക്കകത്ത് ഈ തണുപ്പത്ത് പായിട്ട് താഴെ കിടക്കുന്നത് എന്തിനാണെന്ന് കൂട്ടുകാരൻ ചോദിച്ചപ്പോൾ ഓർത്തഡോക്സ് സഭാംഗമായ ഈ മനുഷ്യൻ അദ്ദേഹത്തോട് പറഞ്ഞത്, കുട്ടിക്കാലത്ത് വന്ന് ഈ തണുപ്പത്ത് ഞാൻ ഈ മെത്ത കിടന്നാൽ കിടക്കുന്ന അറിയത്തുള്ളൂ, പിന്നെ നേരം വെളുത്തൊരു സമയത്ത് ഉണരുന്നു. അതുകൊണ്ട് എൻ്റെ രാത്രി പ്രാർത്ഥന മുടങ്ങാതിരിക്കാൻ ഞാൻ പായ കിടക്കുവാണ്. ഓർത്തഡോക്സുകാരനൊരു മനുഷ്യൻ, ഒരു റിസോർട്ട് ഉടമ തന്റെ കൂട്ടുകാരന് പറഞ്ഞത്, ആ കൂട്ടുകാരൻ എൻ്റെ വിശ്വാസിയായ ഒരു സഹോദരിയോട് പറഞ്ഞപ്പോൾ എനിക്ക് എന്നെ പിന്നെ അത്ഭുതം തോന്നി. പായിൽ ഇറങ്ങിക്കിടക്കുക, അപ്പോഴാണെങ്കിൽ തണുപ്പത്ത് കൂടെ എഴുന്നേക്കുമ്പോഴെല്ലാം പ്രാർത്ഥിക്കാനൊക്കെ. ഞാൻ പ്രാർത്ഥിച്ചില്ലെങ്കിൽ പിന്നെ എൻ്റെ കുടുംബത്തിന് വേണ്ടി ആരാ പ്രാർത്ഥിക്കുക? 3 or 4 പ്രാവശ്യമായിട്ട് ഒന്ന് ഉണർന്ന് യാമങ്ങളിൽ അരമണിക്കൂർ വെച്ച് പ്രാർത്ഥിച്ചിട്ടേ കിടക്കത്തു. അതിന് താഴെ ഇറങ്ങി കിടക്കുന്ന ഓർത്തഡോക്സുകാരൻ്റെ ഒരു അപ്പനെ കുറിച്ച് കേട്ടപ്പോൾ പെന്തക്കോസ്തുകാരനായ എൻ്റെ തല കുഴിഞ്ഞു. കാരണം ഞാൻ മെത്തയൊന്ന് മാറാനിരിക്കുകയായിരുന്നു. ഇത് കുഴപ്പമില്ലാത്ത മെത്തയാണ്, എന്നാലും ഈ അടുത്തിടയ്ക്ക് ആഗ്രഹം തോന്നി ഇച്ചിരൂടെ കംഫർട്ട് മെത്തയായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് സുഖമായിട്ട് ഇരിക്കാമല്ലോ എന്ന് ചിന്തിച്ചപ്പോഴാണ് വലിയ മെത്തയിലെ അച്ചായൻ താഴെ കിടക്കുന്ന സംഭവം കേട്ട മെത്തയുടെ ആഗ്രഹം. മുന്നറിവ് ഉണർത്തണമെങ്കിൽ പ്രാർത്ഥിക്കണം. ആനോക്ക് ദൈവത്തോട് കൂടാണ്. അങ്ങനെ മുന്നറിവുണ്ടായി. ആ മുന്നറിവിൽ അയാൾ ദൈവത്തോട് കൂടാണ്. അതുകൊണ്ട് എന്താ ഗുണം? ലോകത്ത് ഏറ്റവും കൂടുതൽ പാപം പെരുകിയ ഒരു സമയമാണ് നോഹയുടെ കാലം. പ്രളയത്തിന്റെ കാരണം തന്നെ പാപമാണ്. പാപം പെരുകി, ബോധിച്ച് ലൈംഗിക പാപമാണ്. കുടുംബ സംവിധാനത്തിന്റെ വേരുകൾ അടിത്തറകൾ ഇളകാൻ തുടങ്ങി, ബോധിച്ച് ഏവരെയും ഭാര്യമാരായിട്ട് എടുത്തു. പക്ഷെ ആ സാഹചര്യത്തിൽ നോഹയെ കുറിച്ച് കാണുന്നത് എന്താ? 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കാണുകയാണ്, നോഹ കുറിച്ച് പറയുകയാണ്, നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. 9-ാം വാക്യം, നോഹ നീതിമാനും തന്റെ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നു. നോഹ ദൈവത്തോട് കൂടെ നടന്നു. 6:9 അടിവരയിട്ട് നോഹ ദൈവത്തോട് കൂടെ നടന്നു. ഞാൻ വലിയ വലിയ കാര്യങ്ങളൊന്നും അല്ല പറയുന്നത്, നിങ്ങൾക്ക് തോന്നാതിരിക്കാം, സാരമില്ല. ഞാൻ നോഹയോട് ചോദിച്ചു, ഈ പാപം പെരുകിയ സമയത്ത് താങ്കൾ എങ്ങനെയാ ദൈവത്തോട് കൂടെ നടന്നത്? നോഹ പറഞ്ഞ മറുപടി, ഒരു 969 വർഷം മുമ്പ് എനിക്കൊരു വല്യപ്പനുണ്ടായിരുന്നു, ആനോക്ക്. ആനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. ആ പൈതൃകമാണ് 4-ാം തലമുറയിൽ ഈ കൊച്ചുമോനെ ദൈവത്തോട് കൂടെ നടത്തിയത്. നമ്മളിന്ന് ദൈവത്തോട് കൂടെ നടന്ന ഏത് പാപം പെരുകിയ കാലഘട്ടത്തിൽ അവർ ജീവിച്ചാലും, ഏത് പാപം പെരുകിയ വിദേശ രാജ്യത്ത് അവർ ജീവിച്ചാലും, അവർ ദൈവത്തോട് നടക്കുന്ന ആത്മീയ പൈതൃകം കാത്തു സൂക്ഷിക്കും. എല്ലാവരും പോയെന്ന് പറയാൻ വേണ്ടി അല്ല ഞാൻ നിൽക്കുക. ഞാനൊരു അശുഭതയുടെ വാക്കുകൾ പറയാൻ നിൽക്കുകയല്ല. പാപം പെരുകിയ സമയത്തും നോഹ ദൈവത്തോട് കൂടെ നടന്നു. കാരണം ആ ഒരു സ്പിരിച്വൽ ഹെറിറ്റേജ് ഉണ്ടായിരുന്നു. വല്യപ്പൻ ദൈവത്തോട് കൂടാണെന്ന് സംസ്കാരം. പ്രിയമുള്ളവരെ, നമ്മളിന്ന് ദൈവത്തോട് കൂടെ ഗൗരവമായി നടന്നാൽ, നമ്മൾ മരിച്ചാലും നമ്മുടെ ആത്മീയ പൈതൃകത്തിന്റെ സംസ്കാരങ്ങളെ സൂക്ഷിക്കുവാൻ ദൈവം മക്കളെ എഴുന്നേൽപ്പിക്കും. കുടുംബത്തിനൊരു സ്പിരിച്വൽ ഹെറിറ്റേജ് വേണം. ആ ഹെറിറ്റേജ് ദൈവത്തോട് കൂടെ നടക്കുന്ന ഹെറിറ്റേജാണ്. നടന്നു പോകും ദൈവത്തോട് കൂടെ. ദൈവത്തോട് കൂടെ നടന്നു കഴിഞ്ഞപ്പോൾ ദൈവം അവരോട് പറഞ്ഞു, നിങ്ങളെ മാത്രം ഞാൻ രക്ഷിക്കാം. നോഹയുടെ കുടുംബം, നോഹ, ശേം, ഹാം, യാഫെത്ത്, ഈ വലിയ പ്രതിസന്ധിയിൽ ഈ കുടുംബത്തെ മാത്രം എന്താ രക്ഷിക്കാൻ കാര്യം? 300 വർഷം നിലവിളിച്ചുകൊണ്ട് ദൈവത്തോട് നടന്ന ഒരു വല്യപ്പനുണ്ടായിരുന്നു, ആനോക്ക്. എന്നെ അത്ഭുതപ്പെടുന്ന ഒരു കാര്യം, ആനോക്ക് മരിച്ചു കഴിഞ്ഞും സജീവമായി ദൈവസന്നിധിയിൽ പക്ഷേ ആനോക്കിന്റെ കണ്ണീര്
ആ പ്രളയത്തിൽ ഹാനോക്കിന്റെ മകൻ, മെഥൂശലഹിന്റെ മകൻ, ലാമക്കിന്റെ മകൻ, നോഹയുടെ മക്കൾ 3 പേര്. ഇവരെ സാത്താൻ ദൈവം നിശ്ചയിക്കാൻ കാര്യം എന്താ? ഒരു വല്യപ്പന്റെ പ്രാർത്ഥനയാണ്. അപ്പൊ ഇന്ന് നമ്മൾ ദൈവത്തോട് കൂടാണെന്ന നമ്മൾ മരിച്ചു കഴിഞ്ഞാലും അവരുടെ കണ്ണീരെല്ലാം തുരുത്തിയിലുണ്ട്. വരും തലമുറകൾക്ക് വേണ്ടി ഈ കണ്ണീര് ദൈവസന്നിധിയിൽ ഇടിവി നിൽക്കും. കണ്ണീരെല്ലാം തുരുത്തിയിലുണ്ട്. നോഹ അതിന് തെളിവാണ്. ദൈവത്തോട് കൂടെ നടന്നു. നോഹയെ രക്ഷിക്കാൻ, കുടുംബത്തെ രക്ഷിക്കുവാൻ ദൈവം തീരുമാനിച്ചു. നോഹയോട് ദൈവം പറഞ്ഞു, നീ ഒരു പെട്ടകം പണിയണം. അതാണ് 6-ാം അധ്യായം. പെട്ടകം പണിയണം. ഈ പെട്ടകം എന്നെ വല്ലാതെ ചിന്തിപ്പിക്കുക. പെട്ടകം പണിതു. എന്താ പെട്ടകം പണിതത്? എന്നിട്ട് പെട്ടകം പണിതിട്ട് കൃത്യമായ നിഷ്കർഷകളാണ് ദൈവം കൊടുത്തത്. അതിനകത്ത് ഏറ്റവും വലിയ നിഷ്കർഷത 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ മുഴുവൻ എല്ലാം പറയുന്നുണ്ട്. എന്നൊരു ചോദ്യമുണ്ട്, ഇത്രയൊക്കെ പ്രപഞ്ചത്തെ കൂട്ടാനൊക്കുവോ? പക്ഷെ ഈ 3 തട്ടുകളുടെ വിസ്തീർണം ഇതെല്ലാം കൂടി എടുത്താൽ മനസ്സിലാകും. ഇരണ്ടിരണ്ടായിട്ട് വന്ന ഇതിനെല്ലാം ഉള്ള സ്ഥലം നോഹയുടെ പെട്ടകത്തിനുണ്ടാകും. തട്ടായിട്ട് തിരിച്ചിരിക്കുകയാണ് 3 തട്ടുകൾ. എന്നിട്ട് പറയുന്നു, നീ അതിനെന്ത് വേണം? അറകൾ ഉണ്ടാക്കണം. അതിന്റെ 14-ാം വാക്യം, യു ഹാവ് ടു മേക്ക് റൂംസ് ഇൻ ദ ആർക്ക്. നീ പണിയുന്ന മുറിക്ക് എന്ത് വേണം? അറകൾ വേണം, റൂംസ് വേണം. എന്താണ് റൂംസ്? റൂംസ് അവരവരുടെ സ്വകാര്യതകളാണ്. എല്ലാ കുടുംബത്തിനും സ്വകാര്യതകൾ വേണം. അതാണ് കുടുംബം. അവരുടേതായ മുറികൾ, അവരുടേതായ പ്രൈവസി. അത് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും എടുക്കാം. എന്നാൽ പ്രൈവസികൾ വേണം. നമ്മളൊരു വീട് പണിയുന്നു. ഒരു വീട് സ്വപ്നമുള്ളവരായിരിക്കും മിക്കപ്പേരും. വീട് പണിത് വരുന്നിടത്ത് കാണും. എന്നാൽ വീട് പണിയാൻ പ്ലാൻ വരയ്ക്കുന്നവർ കാണും. വീട് പണിയുമ്പോൾ എന്തൊക്കെയാ ചെയ്യാം? ആദ്യത്തെ ഫ്രണ്ടിൽ നമ്മൾ കയറി വരുമ്പോൾ ഇപ്പോൾ ഒരു സംവിധാനമുണ്ട്, സിറ്റ് ഔട്ട്. ഇതിനൊക്കെയാണ് സിറ്റ് ഔട്ട്. ഒത്തിരി പേര് ഗസ്റ്റ് വരുന്നവരുണ്ട്, രാഷ്ട്രീയക്കാരോ അല്ലെ ഒത്തിരി പേരൊക്കെ വരുന്നവർക്ക് അവർക്ക് വീതിയുള്ള വരാന്ത കാണും. അതെന്തിനാണെന്നറിയാമോ? എല്ലാവരെയും അകത്ത് കയറ്റേണ്ട കാര്യമില്ല. കുറെ പേരെ അവർ അവിടെ കൊണ്ടൊക്കെ സ്വീകരിച്ചും കാര്യങ്ങൾ പറഞ്ഞൊക്കെ ചെയ്യും. എല്ലാവരെയും അകത്ത് കയറ്റേണ്ട ആവശ്യം എപ്പോഴും ഇല്ല. കാരണം വീടൊരു പ്രൈവസിയാണ്. ഇതാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഗസ്റ്റിലിരിക്കാൻ വേണ്ടി ലിവിംഗ് റൂം ഉണ്ട്. ആ വരുന്നിടത്ത് നേരെ ഒരു ഗസ്റ്റ് റൂമിലോട്ട് കയറി ചെന്നിട്ട് അവിടുന്ന് ബെഡ്റൂമിൽ പോകത്തില്ല. അതൊരു മര്യാദകേടാണ്. അതുകൊണ്ടാണ് ലിവിംഗ് റൂം വെച്ചിരിക്കുക. എന്തിനാ? അവർക്ക് അവിടം വരെ വരാം. ഇതിനപ്പുറത്തേക്ക് അവർക്ക് പോകാൻ പാടില്ല. മുറികളാണെങ്കിലും അതിനെല്ലാം സംവിധാനങ്ങളാണ്. അത് കഴിഞ്ഞ് ഡൈനിങ് റൂം ഉണ്ട്. എന്തിനാണ്? നമുക്കെല്ലാം കൂടി ഒന്ന് കഴിക്കാൻ. ഗസ്റ്റ് എല്ലാം കൂടി ഇരിക്കാൻ ഡൈനിങ് റൂം ഉണ്ട്. ചിറക്ക് ഇച്ചൂടെ അപ്പുറത്ത് അടുക്കളയിൽ ഒരു ഫാമിലി ഡൈനിങ് റൂം. എന്തിനാണ്? ഫാമിലി ആയിട്ട് ഇരുന്ന് കഴിക്കാൻ. പിന്നെ ഫാമിലി സിറ്റിംഗ് ഉണ്ട്. മാസ്റ്റർ ബെഡ്റൂം ഉണ്ട്. കുഞ്ഞുങ്ങളുടെ വേറെ ബെഡ്റൂം ഉണ്ട്. പിന്നെ പഠനമുറിയുണ്ട്, പ്രാർത്ഥനാ മുറിയുണ്ട്. ഇതെല്ലാം ഉള്ള സംവിധാനങ്ങളൊക്കെ ഇന്ന് തന്നെ വീട് പണിയും. പക്ഷെ എന്നെ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യം, ഞാനൊരു വീട്ടിൽ ചെന്നപ്പോൾ ഒരമ്മയെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാൻ എന്നെ വിളിച്ചു വരുത്തിയതാണ്. അവിടെ കുഞ്ഞ് മേളിലാണ്. അപ്പൊ കുഞ്ഞിന് അമ്മ ടെസ്റ്റ് അയച്ചു. ഞാൻ കണ്ട അയക്കുന്നത്, സൺ കുഡ് യു പ്ലീസ് കം ഡൗൺ, പാസ്റ്റർ ഈസ് വെയിറ്റിംഗ് ഫോർ യു, പ്ലീസ് കം ഡൗൺ. ടക്കെ തിരിച്ചൊരു റിപ്ലൈ, ഐ എം നോട്ട് ഇൻ എ മൂഡ് ടു കം, സോറി. അപ്പൊ എനിക്ക് ഭയങ്കര ദേഷ്യം തോന്നി, സങ്കടം തോന്നി. ഞാൻ കഷ്ടപ്പെട്ട വീട്ടിൽ ചെന്നാണ്. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ കയറി പോയി വിളിക്കുക. അല്ല, ഞാൻ പോയി വിളിക്കുക. എന്നെ എന്തോ ചെയ്യുന്നു, വെടിയു. അല്ല, അമ്മ പറഞ്ഞു പാടില്ല, അവൻ വയലന്റ് ആകും. വെറുതെ പോയി കൊട്ടാൻ ഇഷ്ടപ്പെടില്ല. അവനെ ടെസ്റ്റ് ചെയ്താൽ മതി. അവന്റെ മൂഡ് മാറിപ്പോയാൽ പിന്നെ പ്രശ്നം. അല്ലാത്ത സങ്കടം തോന്നി. കുഞ്ഞു മേളില, അവൻ രാത്രിയിൽ ഏതോ സമയത്ത് ഇറങ്ങി വന്ന് കഴിക്കും. ഫ്രിഡ്ജിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ചൂടാക്കി അവനറിയാം. അവൻ ഇഷ്ടമുള്ളതൊക്കെ ഒരു ഓംലെറ്റോ അതോ ഇതൊക്കെ എടുത്ത് അവൻ കഴിച്ചിട്ട് അന്നേരം മേളിൽ കയറി പോകും. പിന്നെ അവൻ എഴുന്നേറ്റ് വരുന്ന ഒരു സമയത്താണ്. എന്താ സംഭവിക്കുക? ഒറ്റ വീടിനകത്താ. പക്ഷെ അവിടെ മുറിയല്ല, മതിലാണ്. ഭാര്യയും ഭർത്താവും കിടക്കുന്ന ബെഡ്റൂം 14 ഭയങ്കര വലുപ്പമാ. ഫുട്ബോൾ ഗ്രൗണ്ട് വലുപ്പമുണ്ട് ഒരു വീടിന്. സാധാരണക്കാരുടെ ഒരു വീടിന്റെ മൊത്ത വലുപ്പം ആ ബെഡ്റൂമിലുണ്ട്. എന്തൊരു വീതിയുള്ള കട്ടില, എടുത്താൽ പോകാത്ത കട്ടില്. സ്പ്രിംഗ് ഒക്കെ ഉള്ള 1.5 ലക്ഷം രൂപയുടെ മെത്ത. പക്ഷെ ഭാര്യ ഒരു സൈഡിലും ഭർത്താവ് ഒരു സൈഡിലുമാ. സോഷ്യൽ ഡിസ്റ്റൻസിങ് കോവിഡ് വരാതിരിക്കാനല്ല. രണ്ടുപേരും 2 സൈഡിൽ കിടക്കുക. ഇടയ്ക്ക് വലിയൊരു മതിലുണ്ട്. തിരിഞ്ഞും മറിഞ്ഞും കിടക്കുക, ഉറക്കം വരാതെ കിടക്കത്തേ ഉള്ളൂ. മതില്. അപ്പൊ പാവം പിടിച്ചവന് മുറിയുള്ളവൻ ജീവിക്കുന്നത് കണ്ടിട്ടുണ്ടോ? നമുക്ക് ആവശ്യം മതിലുകളില്ലാത്ത വീടുകളാണ്. മതിലുകളില്ലാത്ത വീടുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പന്റെ അമ്മയുടെ ഇടയ്ക്ക് മതിൽ വരാൻ പാടില്ല. പേരൻസിനും മക്കൾക്കും ഇടയ്ക്ക് മതിൽ വരാൻ പാടില്ല. മതിലുകളില്ലാത്ത വീടിന് വേണ്ടി പ്രാർത്ഥിക്കണം. എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ച് ഉറങ്ങി സ്നേഹവും ദുഃഖവും എല്ലാം പങ്കുവെച്ച് ദൈവസന്ധി ജീവിക്കുമ്പോ എന്തൊരു സന്തോഷമുള്ള വീടുകളാ. ദൈവസന്ധി പ്രാർത്ഥിക്കണം. മതിലുകളില്ലാത്ത പെട്ടകങ്ങൾ, മതിലുകളില്ലാത്ത സഭകൾ,
പല സഭകളിലും മതിലുകളായിപ്പോയി, ഗ്രൂപ്പുകളായി. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, കർത്താവെ സഭ തുറക്കാൻ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഈ വേദനയൊന്നും കർത്താവിനില്ലല്ലോ എന്ന് തോന്നിയിട്ടുണ്ട്. കുറച്ചൊക്കെ സത്യമാണത്. ഞങ്ങളുടെ ഒരു പ്രാദേശിക സഭയിൽ മേളിലും താഴെയുമായിരുന്നു കോവിഡിന് മുമ്പ് ആരാധന. താഴെ ഒരു ഗ്രൂപ്പ്, മേളിലൊരു ഗ്രൂപ്പ്. മേളത്തെ ഗ്രൂപ്പിന്റെ ആരാധന ഫാസ്റ്റ് വെച്ച് നേരത്തെ തുടങ്ങും. താഴെ ഒരു എൽഡർ പ്രാർത്ഥിച്ചു തുടങ്ങും. അവിടുത്തെ തീരാറാകുമ്പോൾ പാസ്റ്റ് ഇവിടെ വരും, കത്തിക്കളിക്കും. തമ്പുരാൻ പറഞ്ഞു ഹോള് പൂട്ടിയേക്കാൻ. കോവിഡ്. കത്താനും വേദനയൊന്നും തോന്നി കാണത്തില്ല. മതില മേളിലും താഴെ 2 ഗ്രൂപ്പ്. അപ്പൊ കോവിഡ് വന്നു. ഞാൻ ഓർത്ത് രക്ഷപ്പെട്ടു, എല്ലാവരും മര്യാദയെ കാണും. അപ്പൊ ഞാൻ പാസ്റ്റോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഒരു ഗുണം ഉണ്ടായിട്ടില്ല. ഒരാൾ മരിച്ചപ്പോൾ ഗ്രൂപ്പായിട്ടാണ് വന്ന് കണ്ടിട്ട് പോയത്. പക്ഷെ പുതിയൊരു സംഭവം ഉണ്ടായി. ഈ കോവിഡിനിടയ്ക്ക് 3-ാം മുന്നണി കൂടെ രൂപപ്പെട്ടു, കൂറു മുന്നണി. അടയ്ക്കുമ്പോൾ 2 ഉള്ളായിരുന്നു, ഇപ്പൊ 3ആയി. മതില. ഈ മതിലെല്ലാം പൊളിക്കും തമ്പുരാൻ. മതിലില്ലാത്ത സഭ, മതിലില്ലാത്ത വീട്. പുറത്ത് മതിൽ വേണം, അകത്ത് മതിൽ പാടില്ല. നമുക്ക് പ്രശ്നം പുറത്ത് മതിലില്ല. പുറത്തുനിന്നുള്ള മ്ലേച്ഛതകളെല്ലാം അകത്ത് കയറും. പക്ഷെ അകത്തൊത്തിരി മതിലുകൾ, വീടിനകത്ത് മതിലുകൾ. ദൈവമേ, ഒരു മതിലുമില്ലാതെ അമ്മച്ചിയും അപ്പച്ചനും മരുമോളും അമ്മായിയമ്മയും നാത്തൂനും സഹോദരങ്ങളും കൊച്ചുമക്കളും എല്ലാം കൂടി നിന്ന് പ്രാർത്ഥിച്ചു കൂടി പ്രാർത്ഥിക്കുന്ന മതിലില്ലാത്ത കുടുംബങ്ങൾ സ്വപ്നം കാണുവാൻ നമുക്ക് കഴിയുമോ? ആധുനികതയുടെ ലോകത്ത് പിശാച് മതിലുകളെ ഉയർത്തുമ്പോൾ ദൈവമേ, മതിലുകളില്ലാത്ത സ്നേഹത്തിന്റെ കുടുംബാന്തരീക്ഷങ്ങൾക്ക് വേണ്ടി എത്ര പേർ ദൈവത്തോട് പ്രാർത്ഥിക്കും? മതിലുകളില്ലാത്ത കരമുയർത്തി ദൈവത്തോട് സീരിയസ് ആയിട്ട് പ്രാർത്ഥിക്കും. നമ്മുടെ വീടുകൾക്ക് മതിലുകൾ വേണ്ട പ്രിയരെ. എവിടെങ്കിലും ഒരു വല്ലാത്ത തണുപ്പ് വ്യാപരിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ദൈവത്തോട് ഏറ്റു പറയണം, ദൈവമേ, മതിലുകളില്ലാത്ത സ്നേഹത്തിന്റെ കൂട്ടായ്മകൾ ഞങ്ങൾക്ക് തരണം, ഞങ്ങൾക്ക് തരണം, ഞങ്ങൾക്ക് തരണം. മതിലുകളില്ലാത്ത വീട്. മുറികൾ വേണം, മതിലുകൾ വേണ്ട. അടുത്ത എന്താണ്? നിങ്ങൾ പണിയുന്ന വീടിന് 3 തട്ടുകൾ വേണം. ഒരു താഴെ തട്ട് വേണം, ഒരു മിഡിൽ തട്ടുണ്ട്, ഒരു മുകൾ തട്ടുണ്ട്. തട്ടുകൾ 3 തട്ടുകളായിട്ട് പണിയണം. എല്ലാ മനുഷ്യനും അതുപോലൊക്കെയാണ്. 3 തട്ടുകളാണ് മനുഷ്യന്റെ മനസ്സ്. ഉപബോധ മനസ്സുണ്ട്, ബോധ മനസ്സുണ്ട്. അപ്പൊ തന്നെ പാസ്കലൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്, മനുഷ്യന്റെ അകത്തൊരു ഗോഡ് സ്പേസ് ഉണ്ട്. ഒരു സ്പിരിച്വൽ ദൈവത്തിന് വേണ്ടിയുള്ള ഒരു ഗോഡ് സ്പേസ്. അപ്പം നമ്മൾക്ക് എല്ലാവർക്കും പണിയുന്ന വീടിന്, നമ്മുടെ കുടുംബങ്ങൾക്ക് ഒരു മുകൾ തട്ട് വേണം. എന്താ മുകൾ തട്ട്? താഴെത്തട്ട് നമ്മുടെ ഇന്നലകളാണ്. അവിടെയാണ് നമ്മുടെ മുറിവുകളും ചതവുകളും എല്ലാം കിടക്കുക. അത് പലപ്പോഴും നമ്മൾ ഇന്നിന്റെ ബോധമനസ്സിന്റെ നടുത്തട്ടാണ്. എന്നാൽ ഒരു സൂപ്പർ കർത്താവിനോട് ബന്ധപ്പെടുന്ന ഒരു ഡിവൈൻ അപ്പർ റൂം നമുക്ക് വേണം. ഒരു മുകൾ തട്ട്, ഒരു അപ്പർ ഡെക്ക് വേണം. എന്താണ് അപ്പർ ഡെക്ക്? ദൈവത്തോട് ബന്ധപ്പെടാനുള്ള സ്ഥലമാണ്. എന്റെ ഏകദേശം ആ ഒരു പ്രായത്തിലൊക്കെ ഉണ്ടായിരുന്ന ഞങ്ങളുടെ ഒരു സുഹൃത്ത്, ഒരു സമകാലികനാണ്, കോളേജിലൊക്കെ ഒരു ബാച്ചിലുണ്ടായിരുന്നത്. ഇന്ന് ആ സഹോദരൻ കേരളത്തിൽ തന്നെ പ്രശസ്തനായ ഒരു ബിസിനസ്സുകാരനാണ്. എന്തോ ഒരു ഫേമൊക്കെ, നമ്മളൊക്കെ ചിന്തകൾക്ക് അപ്പുറത്താണ് അവന്റെ ഫേം. എനിക്ക് തോന്നുന്നു ഒരു ഫേമിൽ തന്നെ ഒരു 10-700 പേരെങ്കിലും ജോലി ചെയ്യുന്നുണ്ടായിരിക്കും. എന്തുമാ ഏക്കർ കണക്കിന് വണ്ടികളൊക്കെ കിടക്കുന്നതാണ്. അത്ര വലിയ സംഭവമാണ്. പക്ഷെ ഈ സുഹൃത്തിന് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം, എനിക്ക് അറിയാവുന്ന ഒരു കാര്യം, രാവിലെ എഴുന്നേറ്റാൽ 5:30 മണിക്ക് എഴുന്നേറ്റാൽ അരമണിക്കൂർ മുട്ടുകുത്തി പ്രാർത്ഥിക്കും. മുട്ടുകുത്തി പ്രാർത്ഥിച്ചിട്ട് നടക്കാൻ പോകത്തുള്ളൂ. അരമണിക്കൂർ. ഒരു പെന്തക്കോസ്ത് സഭയുടെ അംഗമൊന്നും അല്ല, പക്ഷെ പെന്തക്കോസ്ത് അനുഭവമുള്ളവരാണ്. ഓഫീസിൽ വന്നാൽ ആദ്യം ചെയ്യുക, അവന്റെ ഓഫീസിൽ പോയി കുറെ നേരം പ്രാർത്ഥിക്കും, രാവിലെയും വൈകിട്ട്. വലിയ സൈറ്റുകളാണ്. NH ഒക്കെ പോലെയുള്ള വലിയ സംഭവങ്ങളൊക്കെ കോൺട്രാക്ടറാണ്. പക്ഷെ വലിയ സൈറ്റ് പ്ലാൻ ചെയ്യാൻ അവിടെ ചെല്ലുമ്പോഴും കാറിൽ ഇരുന്ന് കുറെ നേരം പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങത്തുള്ളൂ. എനിക്ക് ജോലിക്കാർക്കെല്ലാം അറിയാം, സാറ് പ്രാർത്ഥിക്കുകയാണ്. വേദവസം വായിച്ച് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങും. അത്ഭുതം തോന്നി, കർത്താവേ, പണിക്കാർക്ക് ശമ്പളം കൊടുക്കുന്ന പോലും അത് കയ്യിലെടുത്ത് വെച്ച് അവിടെ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചിട്ടാ പോകും. ഇത്ര വലിയൊരു മനുഷ്യന് മുകൾത്തട്ടുണ്ടോ എന്നുള്ള ഒരു ചോദ്യമാണ്. ദൈവത്തോട് ബന്ധപ്പെടാൻ ഒരു സ്ഥലമുണ്ട്. നമ്മുടെ വീടുകളിൽ ഒരു തെറുക്കാത്ത പായുണ്ടോ? ഒരു മൂലയ്ക്ക് ഒരു പാ വേണം, തെറുക്കാത്ത ഒരു പാ. അതവിടെ കിടക്കട്ടെ. സമയം കിട്ടുമ്പോൾ ഓടി വന്ന് അവിടെ പോയി മുട്ടുകുത്തി പ്രാർത്ഥിക്കണം. അത് മക്കൾ കാണണം. കാലത്ത് ഉച്ചയ്ക്കും വൈകിട്ടും ഒക്കെ മുട്ടുകുത്തി പ്രാർത്ഥിക്കണം. എന്തിനാണെന്നറിയാം? മുകൾത്തട്ട് വേണം. മുകൾത്തട്ടില്ലാത്ത ഒരു വീടും ഇനിയുള്ള പ്രളയത്തിൽ നിൽക്കത്തില്ല. തുല്യ പ്രളയം വരികയാണ്. എന്താണ് പ്രളയം? പ്രശ്നങ്ങൾ വരികയാണ്, പ്രതിസന്ധികൾ വരികയാണ്. പക്ഷെ ഇവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ മുകൾത്തട്ട് വേണം. ദൈവത്തോട് പ്രാർത്ഥിക്കാവും മുകൾത്തട്ട് കിട്ടാൻ വേണ്ടി. മുകൾത്തട്ടുണ്ടോ? ഗൗരവമായ ചോദ്യം. അരമണിക്കൂർ 10 മിനിറ്റ് പ്രാർത്ഥനയുടെ കാര്യമല്ല. ഗൗരവപ്പെട്ട് ദൈവത്തോട് പറയണം, ഇനിയുള്ള പ്രളയത്തിൽ, ഇനിയുള്ള പ്രതിസന്ധി നിലനിൽക്കാൻ നമുക്കൊരു മുകൾത്തട്ട് വേണം.
3, ഈ മുകൾ തട്ടുള്ള പെട്ടകം പൊങ്ങാൻ തുടങ്ങി. അലഞ്ഞു ഒലഞ്ഞും 1 വർഷത്തോളം നീണ്ടു നിന്നു പ്രളയം. ഒടുവിൽ പെട്ടകം അരാരാത്ത് പർവ്വതത്തിൽ ഉറച്ചു കഴിഞ്ഞപ്പോ 8-ാം അധ്യായത്തില് നോഹ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു. എന്നിട്ട് കാണുകയാണ് ശുദ്ധിയുള്ള മൃഗങ്ങളെ അവിടെ യാഗമായിട്ട് അർപ്പിച്ചു. എന്താണ് ശുദ്ധിയുള്ള മൃഗങ്ങളെ യാഗമായിട്ട് അർപ്പിക്കുക? പിന്നെ പ്രിയപ്പെട്ടവരെ, ജീവിതം ഒരു യാഗമാണ്. യാഗം എന്ന് പറഞ്ഞാൽ എന്താ? നിനക്ക് വേണ്ടി ഞാൻ മരിക്കുന്നതാണ് യാഗം. എനിക്ക് വേണ്ടി ഞാൻ മരിക്കുന്ന അല്ല യാഗം, നിനക്ക് വേണ്ടി ഞാൻ മരിക്കുകയാണ്, അതല്ലേ യാഗം. യേശു നമുക്ക് വേണ്ടി എന്തായിട്ട് മാറി? യാഗമായിട്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ഡെത്താണ്. മറ്റൊരാൾക്ക് വേണ്ടി വേറൊരാളെ വെക്കുന്ന പെയിനാണ് യാഗം. ഒന്നും അറിയാത്ത കുടുംബാവും പ്രാവും ആടും കാളയും ഒക്കെ മനുഷ്യന്റെ പാപം പേറിക്കൊണ്ട് മരിക്കുക. അതുകൊണ്ട് യേശു നടന്നു പോകുമ്പോൾ യോഹന്നാൻ സ്നാപകൻ പറയുന്നത്, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അപ്പൊ യാഗം എന്താണ്? ഇറ്റ് ഈസ് ഓൾ അബൌട്ട് സാക്രിഫൈസ്. ത്യാഗമാണ് സ്നേഹം. യാഗം, സ്നേഹം ത്യാഗമാണ്. യാഗം ചെയ്ത് എന്നോട് നിയമം ചെയ്ത എന്റെ വിശുദ്ധന്മാർക്കും യാഗം ചെയ്യുക, ത്യാഗം ചെയ്യുകയാണ്. നിനക്ക് വേണ്ടിയാണ് ഞാൻ മരിക്കുക. മറ്റൊരാൾക്ക് വേണ്ടി മരിക്കുന്ന സ്ഥലമാണ് കുടുംബം. കുടുംബം ഒരു യാഗപീഠമാണ്. ഇന്ന് ആ ത്യാഗത്തിന്റെ മേഖലയൊക്കെ മാറിപ്പോയി. എനിക്ക് അങ്ങനെയുള്ളവരെ കാണാൻ ഭയങ്കര സന്തോഷമാണ്. ഒത്തിരി പ്രിയപ്പെട്ടവരുണ്ട് പഴയ കാലങ്ങളിൽ. ആദ്യമൊക്കെ ഗൾഫിൽ പോയ നേഴ്സ് ആന്റിമാർ, 70s പോയവർ, 60s 70s പോയ പലരും ലേറ്റ് ആയിട്ടാണ് കല്യാണം കഴിച്ചത്. എന്തിനാണെന്നറിയാമോ? അവർക്ക് അവരുടെ വീടിനെ പോറ്റണമായിരുന്നു. അനീതിമാരെയൊക്കെ പഠിപ്പിച്ചു, അവരെ കെട്ടിച്ചു. അത് നാട്ടുകാർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവരെ കറവ് പശ പോലെ നിർത്തിയേക്കുവന്ന് അപ്പൻ. കുറെ സത്യമാണത്. ഇഷ്ടമുണ്ടായിട്ടല്ല, പക്ഷെ വേറെ വഴിയില്ലായിരുന്നു. അവർ ത്യാഗം ചെയ്തു. 10, 40, 35 വയസ്സ് അനീതിമാരെ കെട്ടി അവർക്ക് പിള്ളേരായപ്പോഴാണ് ഇവരുടെ കല്യാണക്കാരെ ആലോചിക്കുന്നത്. പിന്നെ ആരും കെട്ടി. പിന്നെ അവർക്ക് ലേറ്റ് ആയിട്ടാണ് മക്കളൊന്നും ഉണ്ടായത്. ചിലർ കല്യാണം കഴിക്കാൻ ഒക്കാതെയും പോയവരെ ഞാൻ കണ്ടു. ആദ്യകാല പ്രവാസികൾ അത് ത്യാഗം ചെയ്തവരാ. എന്നാൽ ഒരു കുടുംബത്തിന് വേണ്ടി എന്തുമാത്രം ത്യാഗം ചെയ്ത പ്രിയപ്പെട്ടവരെ കണ്ടു. UK പഠിച്ചൊരു കൊച്ചൻ, 10-32 വയസ്സായി. അവൻ UK ജോലി കളഞ്ഞെങ്കിൽ തിരിച്ചു വന്നു. കുറെ പ്രയാസങ്ങളൊക്കെ അവന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എങ്കിൽ പോലും ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഞാൻ എന്നോട് പറഞ്ഞടാ, നീ പോയി രക്ഷപ്പെടുക, നിന്റെ ജീവിതം ഇങ്ങനെ കളയരുത്, ഞാൻ നിനക്ക് ചില വഴികൾ ഒരുക്കി തരാം. അവനതിനുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് ഉണ്ട്. വിദേശത്തും ബോംബെയിലും ഒക്കെ വലിയ ഫേമുള്ള, എനിക്കറിയാവുന്ന എന്റെ ചില ബന്ധങ്ങൾ ഉപയോഗിച്ച് അവനെ ഒന്ന് രക്ഷപ്പെടുത്താൻ ഞാൻ ശ്രമിച്ചപ്പോൾ അവരെന്നെ വിളിച്ചു. രാത്രി ഏതാണ്ട് 12 മണിക്ക്. എന്റെ വീട് എന്റെ വീട്ടിൽ നിന്ന് ഒരു 10-20 കിലോമീറ്റർ എങ്കിലും ഏകദേശം യാത്ര ചെയ്യണമായിരിക്കാം. 12 മണിക്ക് എന്നെ ചോദിച്ചു, പാഷങ്ങളെ വീട്ടിലോട്ട് വന്നോട്ടെ. ഞാൻ പറഞ്ഞു, നമ്മൾ വളരെ ലേറ്റ് ആയിട്ടാ കിടക്കുക, കുഴപ്പമില്ല കുഞ്ഞ്, എന്താണ് അത്യാവശ്യം? ഒന്നുമില്ല അവിടെ, ഞാനൊന്ന് വരട്ടെ, വാ. അപ്പൊ ഞാൻ സ്റ്റുഡിയോയിൽ ഇരിക്കുന്നേ ഉള്ളൂ, വെണ്ണിക്കുളത്ത്. നീ പോരാൻ പറഞ്ഞു. ഞാൻ വീട്ടിൽ വരുമ്പോ അവൻ വന്നു. ഞാൻ നോക്കിയപ്പോ അവന്റെ കാറിനകത്ത് അവന്റെ അമ്മയുണ്ട്. തളർന്നുപോയ അമ്മയെ രാത്രിയിൽ എടുത്ത് വണ്ടിക്കകത്ത് വെച്ച് 32 വയസ്സുള്ള ചെറുക്കൻ രാത്രി എല്ലാരും ഒന്ന് കാണിക്കാൻ വെറുതെ അമ്മയെ കൊണ്ടൊന്ന് സന്തോഷിപ്പിക്കാൻ ഇറങ്ങി. അമ്മയ്ക്ക് ഉറക്കം വരാത്ത രാത്രി തളർന്നുപോയ അമ്മയെ എടുത്ത് വണ്ടിക്കകത്ത് വെച്ച് വീടിന്റെ മുറ്റത്ത് കൊണ്ടുവന്നിട്ട് അമ്മയെ കോരിയെടുത്ത് കൊണ്ടിറക്കി പാസ്റ്ററെ കാണിച്ച് 1 മണി വരെ വർത്താനം പറഞ്ഞ് ഈ അമ്മയെ വീണ്ടും കോരിയെടുത്ത് കാറിലിരുത്തി 32കാരൻ കല്യാണം കഴിക്കാതെ അമ്മയെ നോക്കുന്നത് കണ്ടപ്പോ എനിക്ക് അവനൊരു സല്യൂട്ട് കൊടുക്കണം. അവന്റെ ജീവിതം യാഗമാകുക അമ്മയ്ക്ക് വേണ്ടി. സത്യത്തിൽ അത് നോക്കിയെന്ന് ഞാൻ കരഞ്ഞു. തളർന്നുപോയ അമ്മയെ കോരിയെടുത്ത് പോകുന്നപ്പോ മകൻ രാത്രിയിൽ അമ്മയെ കാണിക്കാൻ കൊണ്ട് നടക്കുക കാറിൽ. അമ്മയ്ക്കൊരു സന്തോഷം. കാരണം അമ്മയ്ക്ക് പകലൊക്കെ ഇറങ്ങി നടക്കണമെങ്കിൽ നൈറ്റിയൊക്കെ ഇട്ടേക്കല്ലേ, ഡ്രസ്സൊക്കെ മാറാൻ പാടാ. രാത്രിയാകുമ്പോ ആ പ്രശ്നമില്ലല്ലോ. ഇച്ചിരി ഏർലി സ്ട്രോക്ക് വന്ന് തളർന്നുപോയ അമ്മ. ജീവിതം ത്യാഗമാണ്. ഒരു ചെറുപ്പക്കാരൻ 10-50 വയസ്സടുത്തായി, പക്ഷെ തീരെ കൊച്ചു പിള്ളേരെയും കൊണ്ട് മംഗലാപുരത്തിനടുത്ത് പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ ഞാൻ ചോദിച്ചു, കൊച്ചു പിള്ളേരെ? ഓ, കല്യാണം കഴിക്കാൻ മറന്നുപോയി പക്ഷേ. പിന്നെ ഒത്തിരി കഴിഞ്ഞാൽ ഓർത്ത കാര്യം. ഞാൻ ചോദിച്ചു, അതെന്താ കാര്യം? പെങ്ങളുണ്ടായിരുന്നു, പെങ്ങൾ ഡയാലിസിസ് ആയി.
അപ്പൊ അവളെ ആഴ്ച 3 ഡയാലിസിസ് ഉണ്ടായിരുന്നു. അതിനു വേണ്ടി ഞാനായിരുന്നു കൊടുത്തത്. ഒരു ജീപ്പ് എടുത്ത് ടാക്സി ഡ്രൈവറായിട്ട് ഇറങ്ങി അവളെ പോറ്റാൻ. പാസ്റ്റർക്കറിയാമോ, എന്റെ ഈ ജീപ്പ് ഞാൻ തന്നെ എന്റെ സ്വന്തം കൈ കൊണ്ട് 1,00,000 കിലോമീറ്റർ കൂടി പാസ്റ്ററെ. കിട്ടുന്ന ഓട്ടം മുഴുവൻ രാത്രിയും പകലും എടുത്തു. എന്നാലേ അവിടെ കാര്യം നോക്കാൻ ഒക്കാത്തുണ്ടായിരുന്നു. അവള് മരിച്ചു കഴിഞ്ഞപ്പോഴാണ് കല്യാണത്തെ കുറിച്ച് തീരുമാനിച്ചത്. അപ്പൊ പിന്നെ ലേറ്റ് ആയിപ്പോയി. അതുകൊണ്ട് ആ പിള്ളേര് പ്രായമായി കുഞ്ഞായത്. ത്യാഗം ചെയ്യുകയാണ്. കുടുംബം ഒരു ത്യാഗപീഠമാണ്, യാഗപീഠമാണ്, ത്യാഗമാണ്. അവര് യാഗം ചെയ്തു. പക്ഷെ എനിക്കൊരു കാര്യം ഇവിടെ മണത്തു. എന്താണെന്നറിയാമോ? ആ യാഗത്തിന്റെ സൗരഭ്യഭാസനെ യഹോവ മണത്തു. അങ്ങനൊരു വാക്യമുണ്ട്, 8-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം. ആ യാഗത്തിന്റെ സൗരഭ്യം ദൈവം മണത്തു. സുഖത്തിലില്ലാത്ത ഒരു മണമുണ്ട് ത്യാഗത്തിന്. കുടുംബത്തെ പോറ്റാൻ, അനിയന്മാരെ പോറ്റാൻ, പെങ്ങളെ ആരും നോക്കാൻ ഒരാള് രാപ്പകലില്ലാതെ കഷ്ടപ്പെടുമ്പോ ആൾക്കാർ പറയും മണ്ടരാന്ന്. ചിലപ്പം ഭാര്യ പോലും പറഞ്ഞെന്ന് വരും. പക്ഷെ ഒരു കാര്യമാണ്, ഇതിന് ഭയങ്കര സൗരഭ്യമുണ്ട് മുകളിലോട്ട്. ഓർക്കണം, നമ്മുടെ യാഗം ഒരു സൗരഭ്യമായിട്ട് മേളിലെത്തിയിട്ടുണ്ട്. ത്യാഗം ചെയ്യുന്ന എല്ലാ മനുഷ്യരിലും ഒരു സൗരഭ്യമുണ്ട്. ഞാൻ ഓർത്ത്, കർത്താവ്, എന്തുകൊണ്ടാണ് ഈ സഭകൾ ഇന്നും നിലനിൽക്കുന്നത്? ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, എന്തിനു വേദനയും കുറ്റം പറയാനും കേസ് വഴക്കാനും വഴക്കുണ്ടാക്കാനും ആളാകാനും ഒക്കെ കുറെ പേരുണ്ടെങ്കിലും തുടങ്ങിയ സമയത്ത് അന്നും ഫ്ലാസ്കിൽ കാപ്പിയുമായിട്ട് പാസ്റ്റർക്ക് വേണ്ടി വന്നിരുന്ന ഒരു കുടുംബം കാണും. അവർ യോഗത്തിന് വരുമ്പോൾ ഫ്ലാസ്കിൽ ചായയും പുതുതായിട്ട് വരുന്നവരെ വിളിച്ചുകൊണ്ട് അത് കഴിയുമ്പോൾ എല്ലാവരും പോകുമ്പോഴും വീട്ടിൽ പോകുന്ന പറഞ്ഞ് കൊണ്ടുപോകുന്ന കുറെ പേര് കാണും. അവരെയൊക്കെ ഓർക്കുന്നുണ്ടായി ഇന്ന് സഭയുള്ളത്. അവരുടെ ത്യാഗമായിരുന്നു. ത്യാഗത്തിന് എന്നും ഒരു വിലയുണ്ട് പ്രിയരെ. ഒരായുസിൽ കഷ്ടപ്പെടണം, ത്യാഗമാകണം. കർത്താവിന് വേണ്ടി ത്യാഗമാകുന്ന ഭാര്യ, മക്കളെയൊക്കെ വളർത്തി ഇതെല്ലാം കൂടെ ഓടി നടക്കുമ്പോൾ വല്ലാതെ ക്ഷീണിച്ചു പോകുന്ന അമ്മമാർ. എനിക്ക് അമ്മമാരോടൊക്കെ ഭയങ്കര ബഹുമാനമാണ്. PVP നടത്തുന്ന ഈ സെമിനാറിൽ പറയട്ടെ, അമ്മ ഒരു യാഗമാണ്. ഞാൻ അടുത്തിടയ്ക്ക് എവിടെയോ പ്രസംഗിച്ചപ്പോഴൊക്കെ പറഞ്ഞു, മാധവിക്കുട്ടിയുടെ ഒരു കഥയുണ്ട്, കോലാട്. കഥ ഇതേ ഉള്ളൂ. ഒരമ്മ ഓടി 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 നടക്കുകയാണ് ജോലിക്ക്, ഇതിന്. അമ്മയുടെ അവസാനം കാലെല്ലാം അങ്ങ് തേഞ്ഞു. അപ്പൊ മക്കളൊക്കെ കളിയാക്കും, അമ്മ ഒരു കോലാട് പോലെ. സത്യമായി ഇച്ചിരി വയറൊക്കെ ഉണ്ട്, പക്ഷെ കാലെല്ലാം മൂഞ്ഞു. ഇപ്പൊ സ്കൂളിലെ PTA മീറ്റിങ്ങിന് ചെല്ലാൻ അപ്പനോ അമ്മയോ ചെല്ലണം. കുഞ്ഞു പറഞ്ഞെന്ന്, അമ്മ വരണ്ട, അമ്മയെ കണ്ട കോലാട് പോലെ ആയിരിക്കും. അമ്മയ്ക്ക് സങ്കടമായിപ്പോയി. അവസാനം ഓടി ഓടി അമ്മ വീണു കഴിഞ്ഞപ്പോ അമ്മയെ എടുത്തുകൊണ്ട് ആശുപത്രിയിലോട്ട് പോകുമ്പോൾ മയങ്ങി കിടന്ന അമ്മ സ്ട്രെച്ചറെ ചാടി എഴുന്നേറ്റിരുന്നു. അബോധാവസ്ഥയിലാ. എന്നിട്ട് ഒറ്റ അലറ്. എന്തോ മനുഷ്യരെ ആരും ശ്രദ്ധിക്കാതെ അടുക്കള പരിപ്പ് കരിയുന്നു പെട്ടെന്ന് ഓഫാക്കാൻ. എന്നിട്ട് ടപ്പൊന്ന് സ്ട്രെച്ചറിലോട്ട് വീണു. കഥ ഏതായിരുന്നെങ്കിലും ഞാനത് സത്യത്തിൽ കണ്ടു. ഒരാഴ്ച മുമ്പ് ഞങ്ങളുടെ ഒരു അമ്മ മരിച്ചു, ആലിസാന്റി. ഞങ്ങളുടെ ദൈവദാസന്മാർക്ക് മുഴുവൻ അവരൊരു അമ്മയായിരുന്നു. പാസ്റ്റർമാരെ വിളിച്ച്, കണ്ടില്ലെങ്കിൽ വിളിച്ചും പറഞ്ഞും കഴിപ്പിച്ചും കുടിപ്പിച്ചും കൊടുത്തും ഒക്കെ വിട്ടുകൊണ്ടത് ഞങ്ങളുടെ ഒരു അമ്മ മരണപ്പെടുകയാണ്. ബോധം പോകുന്നു. ക്യാൻസറിന്റെ 4th സ്റ്റേജ്. അമ്മയുടെ കോൺഷ്യസ് സ്റ്റേജ് മാറുകയാണ്. ആശുപത്രിയിൽ നിന്ന് വീട്ടിലോട്ട് കൊണ്ടുപോകുമ്പോൾ ആ അമ്മയുടെ ആഗ്രഹം ഇതായിരുന്നു, പ്രിൻസ് മോനെ ഒന്ന് കാണണമെന്ന്. എന്നെയാ, ഞങ്ങളുടെ പാസ്റ്റർ മോനെ കാണാൻ. അവനെന്നെ നോക്കിയിരിപ്പുണ്ട്. ഞങ്ങൾക്ക് ഒരമ്മ. ഞങ്ങളെല്ലാം കൂടെ വീട്ടിൽ ചെന്നു. അമ്മയുടെ ബോധം പോവുകയാണ്. അമ്മയെ ആശുപത്രിയിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കോരി എടുക്കാൻ നേരത്ത് ഈ അമ്മ വിളിക്കുന്നു, മോളിയെ മോളിയെ മോളിയെ. മോളി ഞങ്ങളുടെ സഭയിലെ ഒരു എൽഡറാ, അമ്മയുടെ ഏരിയയിലെ എൽഡറാ. എന്താ മോളിയെ വിളിക്കും ചോദിച്ചപ്പോൾ പറഞ്ഞു, എല്ലാരും വന്ന് നിപ്പുണ്ടടി, എല്ലാരും നിപ്പുണ്ട്. ദൈവമേ, ഇവർക്ക് എന്തോ കഴിക്കാൻ കൊടുക്കുക. പെട്ടെന്നൊരു കാര്യം ചെയ്യാൻ, ആ ചക്ക കൊത്തിയിട്ടിട്ട് ഒന്ന് അരിഞ്ഞിച്ചിരി മീൻകറിയും വെച്ച് എല്ലാവർക്കും കൊടുക്ക്. അമ്മ ഉറക്കത്തിൽ പറയുക, ബോധമില്ലാതെ. ചക്ക വേവിച്ച് മീൻകറിയും കൊടുക്ക. അമ്മയെ കൊണ്ട് ആദ്യ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആക്കിയിട്ട് എന്റെ ഭാര്യ ചെയ്തത്, കർത്താവെ, അമ്മ മരിക്കുന്നതിന് മുമ്പ് ചക്ക കൊടുക്കണം. അവരുടെ വീട്ടിൽ മക്കളെല്ലാം വന്നിട്ടുണ്ട്. ഓടി വന്ന് ചെയ്ത് രാത്രി ആളെ നിർത്തി ചക്ക കുത്തിയിട്ട് എല്ലാരും കൂടി ഒന്ന് അരിഞ്ഞ്. ഏതായാലും രാവിലെ അവർ മരിക്കുന്നതിന് മുമ്പ് എല്ലാവർക്കും ചക്ക എല്ലാരും തീറ്റിച്ചിട്ടാണ് അമ്മ മരിച്ചത്. അമ്മ കണ്ടില്ലെങ്കിലും ഞങ്ങൾക്കൊരു സന്തോഷം. അമ്മ പറഞ്ഞ ചക്ക എല്ലാവർക്കും. സത്യത്തിൽ ഈ അമ്മ ഒരു യാഗമല്ലേ?
ഈ യാഗത്തിന്റെ സൗരഭ്യം ദൈവം മണക്കും. കുടുംബം ഒരു യാഗമാ. കുഞ്ഞുങ്ങൾക്ക് അത് അറിയില്ല. നിങ്ങൾ 12 മണിക്ക് എഴുന്നേറ്റ് വരുമ്പോഴും എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് പോകുന്ന ഒരു അമ്മയുണ്ട്. അമ്മ യാഗ. വന്നിട്ട് ഉറക്കത്തിലെല്ലാം ഉണരുന്ന ഒരു അമ്മ. മിക്കവാറും അവര് രാവിലെ ഉപവാസമായിരിക്കും. ഡയബറ്റിക് ആണെങ്കിലും അവർ ഉപവസിക്കും. എന്തിനാ ഉപവസിക്കുന്നേ? ഞാനൊരു അമ്മയോട് ചോദിച്ചു, തള്ള എന്തിനാ നിങ്ങൾ ഭാഷ രൂക്ഷാല അവരതുപോലെ ക്ഷീണിക്കുക, നിങ്ങൾക്ക് ഭ്രാന്താണോ? തിരിച്ചെന്നോട് ചോദിച്ചു, പിന്നെ എന്റെ കുഞ്ഞിന് വേണ്ടി പാസ് ഉപവസിക്കുകയും ചോദിച്ചു. ഞാനല്ലാതെ പിന്നെ ആരാ ഉപവസിക്കാനുള്ളത്? അവർക്ക് എഴുന്നേറ്റ് കിടക്കാൻ പോയി അവിടെ ഡയബറ്റിക് അങ്ങ് ചില സമയത്ത് അങ്ങ് കൊമ്പത്തിയിൽ HbA1c 11 എന്നിട്ടും അവർ ഉപവസിക്കുക. യാഗമാണ്. ഈ യാഗം സൗരഭ്യം മേലോട്ട് മണക്കും. മണത്തപ്പം ദൈവം പറഞ്ഞു, ഇനി ഞാൻ ഈ പ്രപഞ്ചത്തെ നശിപ്പിക്കത്തില്ല. ലോകമുള്ളിടത്തോളം കാലം വിതയും കൊയ്ത്തും ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. യാഗമുള്ളിടത്ത് ഒരു സൗരഭ്യമുണ്ട്. കുടുംബം ഒരു യാഗപീഠമാണ്. ഭാര്യയ്ക്ക് വേണ്ടി സഹിക്കുന്ന ഭർത്താവ്. കുടുംബമൊക്കെ ഇങ്ങനെ കല്യാണമൊക്കെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒത്തിരി മക്കളിനകത്ത് ഉണ്ടായിരിക്കാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. 99 2001 എന്റെ കല്യാണം. 99 തൊട്ട് സജീവമായ ഒരു ആലോചന അമ്മ ഇങ്ങനെ ആലോചിക്കാൻ തുടങ്ങി. അന്ന് ഞങ്ങളുടെ വീഡിയോയുടെ ഇന്റേൺഷിപ്പിന്റെ സമയം. അപ്പൊ ഇന്റേൺഷിപ്പ് വേണേ കെട്ടാം. അപ്പൊ കുറെ പേര് ഇന്റേൺഷിപ്പിൽ കല്യാണം കഴിച്ച പാരമ്പര്യമൊക്കെ ഉള്ളത് കൊണ്ട് അമ്മയ്ക്ക് ഇന്റേൺഷിപ്പ് തന്നെ കെട്ടിക്കണമെന്നേ. കെട്ടിയില്ലാതെ ഇപ്പൊ ഈ കല്യാണ കോഴ്സ് കഴിഞ്ഞാൽ കെട്ടിയത്. എന്തായാലും അപ്പൊ ആ സമയത്ത് ഞങ്ങളുടെ വീട്ടിലൊരു സംഭവം ഉണ്ടായി. ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഈ നാട്ടിലെ പ്രബലനായ ഒരു ബിസിനസ്സുകാരൻ, ആ ബിസിനസ്സുകാരൻ അന്ന് മാർക്ക് കെട്ടിട്ടുണ്ട്. അന്നത്തെ വലിയ സംഭവമാണ്. അയാളുടെ മുറ്റത്ത് അംബാസഡർ കാറുണ്ട്. അയാളുടെ മുറ്റത്ത് തന്നൊരു വലിയ ലോറിയുണ്ട്. സ്വരാജ് മസ്തായുടെ ഒരു നിസാന്റെ ഒറ്റ ഒരു ലോറി. ആ നിലകളിൽ ബിസിനസ് ഉണ്ടായിരുന്ന മനുഷ്യന്റെ ബിസിനസ് പെട്ടെന്ന് തകരാൻ കാര്യം തന്റെ ആരോഗ്യ ദൃഢഗാത്തിയായ ഭാര്യയ്ക്ക് പെട്ടെന്ന് ഞരമ്പിനെ ബാധിക്കുന്ന ഒരു അസുഖം ഉണ്ടായി. അവരുടെ ആ കൈകാലുകൾ ചുരുണ്ടുപോയി. അവരുടെ വായിലൂടെ ഒരു തുപ്പലിന്റെ മണം ഇങ്ങനെ വായൊക്കെ കൂടുമ്പോൾ ഒലിക്കും. അത് ഇരിക്കുന്നിരിപ്പി അവരിങ്ങനെ ചുരുളും. അപൂർവമായ രോഗം. മെഡിക്കൽ സയൻസിന് വളരെ റയറായി കാണുന്ന ഒരു രോഗം. ചികിത്സകൾ ഏറിയൊന്ന് സഹിച്ചു. വീട് വിറ്റു, വണ്ടി വിറ്റു, കാറ് വിറ്റു, എല്ലാം വിറ്റു. അവസാനം അവരൊരു വാടക വീട്ടിൽ താമസമായി. എന്റെ അമ്മ ഒരു മുന്നറിവുള്ള ഒരു അമ്മയായിരുന്നു. അമ്മയ്ക്ക് പ്രവചനമൊക്കെ വലിയ പ്രവാചികൊന്നും അല്ലെങ്കിലും ദർശനങ്ങളൊക്കെ ഉണ്ടായി. രാത്രി ദൈവം വന്ന് ഈ കുടുംബത്തെ ദർശനം കാണിച്ചു. രാവിലെ എഴുന്നേറ്റ് ഈ വീടിനെ തപ്പിപ്പോയപ്പോ 3 മാസമായിട്ട് വാടക കുടിശ്ശിക കൊടുത്തിട്ടില്ല. അതുകൊണ്ട് കർശനമായിട്ട് വാടകക്കാരൻ പറഞ്ഞ് മാറിക്കോളാൻ പറഞ്ഞു. അങ്ങനെ വാടക മാറണം, എങ്ങോട്ട് മാറണം അറിയത്തില്ല. കലർന്നുപോയ ഭാര്യയും 2 പെൺകുഞ്ഞുങ്ങളും ആത്മഹത്യ. അതുകൊണ്ട് അവർ തീരുമാനിച്ചു രാത്രി മരിച്ചേ. അന്നേരം അമ്മ ചെല്ലുന്നേ ആ കുടുംബത്തെ സാന്ത്വനിപ്പിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് 1 വർഷത്തോളം ഞങ്ങളുടെ വീട്ടിലെ കൊച്ചുമുറിക്കകത്ത് അവരെയും കൂടെ താമസിച്ചു. തളർന്നുപോയ അമ്മയും. അതൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു. ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, പ്രൈവസിയൊക്കെ ബാധിക്കും. ഇടുങ്ങി ആകപ്പാട് 3 മുറികൾക്കകത്ത് ഞാനും വരുന്നവരും ഗസ്റ്റും അപ്പനും അമ്മയും ഈ കുടുംബവും എല്ലാം കൂടെ. എന്നാലും അതിനകത്തൊരു സന്തോഷം ഉണ്ടായിരുന്നു. ത്യാഗം എന്നൊരു സന്തോഷം. ത്യാഗം എന്നൊരു സന്തോഷം. ത്യാഗം എന്നൊരു സന്തോഷം. പക്ഷെ അതെന്റെ കാഴ്ചകൾ. ഞാൻ രാത്രി ലേറ്റായിട്ട് വരും. ഞാൻ രാത്രി ഇറങ്ങുമ്പോഴും പോകുമ്പോഴും വരുമ്പോഴും എല്ലാം ആ മുറിക്കകത്ത് എപ്പോഴും കാണുന്ന ഒരു കാഴ്ച. ആ മനുഷ്യന് ഇരുമ്പിന്റെ കൈക്കരുത്തുള്ള ഒരു മനുഷ്യന്, അയാൾ ഒറ്റയടിക്ക് ഒരു മനുഷ്യനെ തകർത്ത് കളഞ്ഞ കൈക്കരുത്തുള്ള ടൗണിലെ ഒരു കണ്ട ഇരുമ്പാ കൈ, ഇരുമ്പ്. പക്ഷെ ആ മനുഷ്യൻ അടുത്തിരിക്കുന്ന തളർന്നുപോയ ഭാര്യയുടെ അടുത്ത് 6-7 മണിക്കൂർ ഇരുന്ന് ഓരോ വിരലും തിരുമ്പി നിവർക്കും. തിരുമ്പി നിവർത്തി വരുമ്പോൾ വീണ്ടും അവർക്ക് ആ പ്രയാസം ഉണ്ടാവും. ചുരുളും വീണ്ടും തുറന്നു. ഇരുമ്പിന്റെ കൈക്കരുത്തുള്ള ഒരു മനുഷ്യൻ ഒന്നും കിട്ടാത്ത ഭാര്യയുടെ അടുത്ത് വിരലുകൾ തിരുമ്മി, കാലുകൾ തിരുമ്മി അവിടെ അടുത്തിരിക്കുന്ന കണ്ടപ്പോ എന്റെ ആരോഗ്യമുള്ള ഭാര്യ എന്നോട് കെഞ്ചുന്നു, മനുഷ്യ ഒരു 10 മിനിറ്റ് അടുത്തിരിക്കും, ചുമ്മാ ഇറങ്ങി പോവാതെ ഇവിടെ ഇരിക്കും. അവിടെ ഇരിക്കുമ്പോഴാണ് എനിക്കങ്ങ് തോന്നുകയാണ് എല്ലാരെയും വിളിച്ചു പിന്നെ വിളിക്കുക, അവിടെ ഇരിക്കുക ചാച്ച, ചുമ്മാ അങ്ങനെ ഇരിക്കുക, എപ്പോഴും പൗർഷയിൽ പോയിരിക്കുക, അത് ഇവിടെ ഇരിക്കുക, എന്റെ അടുക്ക. അവളെ കണ്ട അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. എനിക്ക് എന്നാലും 10 മിനിറ്റ് ഇരിക്കുമ്പോ എനിക്ക് എഴുന്നേറ്റ് പോകണം. കെഞ്ചി പറഞ്ഞാലും ഇതെല്ലാരും ചിരിക്കുന്നുണ്ട് സൗകര്യമാരെ. ഇത് കാണുമ്പോൾ എനിക്കറിയാം. അപ്പോഴും ഞാൻ കണ്ടത് ഒരാരോഗ്യക്കുറവും പ്രതീക്ഷിക്കാൻ വകയില്ലാത്ത ഒരു ഭാര്യയുടെ അടുത്ത് 6 മണിക്കൂർ 7 മണിക്കൂർ മനുഷ്യൻ ഇരിക്കുമ്പോൾ അയാൾ ഇന്ന് വരെ ഞാൻ പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ടില്ല പരസ്യമായി. അയാൾ വേദപുസ്തകം വായിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല, അല്ല സ്റ്റേജിൽ വരുന്നത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ അയാളുടെ സൗരഭ്യമാകുന്ന യാഗം ദൈവം മണക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. കാരണം യാഗത്തിനെന്നും ഒരു സൗരഭ്യം. അങ്ങനെ യാഗം ചെയ്യുന്ന ഒത്തിരി പേരുള്ളത് കൊണ്ടാണ് കുടുംബം ഇന്ന് സംവിധാനം നിലനിൽക്കുന്നത്. യാഗമാണ് കുടുംബം. അത് സൗരഭ്യം ദൈവം മണക്കും. ആ ദൈവം അത് മണത്ത് കഴിഞ്ഞപ്പോ ആ കുടുംബം പുറത്തോട്ടിറങ്ങിയപ്പോ എന്റെ പൊന്നു പ്രിയപ്പെട്ടവരെ,
ഒരു വർഷം കഴിഞ്ഞ പ്രളയം കഴിഞ്ഞ ഭൂമിയിലേക്ക് ഈ കുടുംബം പുറത്തിറങ്ങിയാണ്. നോഹയും മക്കളും എല്ലാം കൂടെ 8 പേര് പുറത്തിറങ്ങി. സാമകളെ ഓർപ്പിച്ചപ്പോൾ പറഞ്ഞു 2018 പ്രളയത്തെ കുറിച്ച് പറഞ്ഞു. 3 ദിവസമേ ആ പ്രളയം നിന്നുള്ളൂ. ഞാനിപ്പോ ഇരിക്കുന്ന ഈ സ്ഥലത്തിന്റെ ഓഫീസ് മുഴുവൻ വെള്ളത്തിനകത്തായിരുന്നു. അത് പക്ഷെ ഒരു ദിവസം കൊണ്ട് ഇറങ്ങി. വീണ്ടും വെള്ളം ഇറങ്ങാൻ 2-3 ദിവസം കൊണ്ട് എടുത്തു. 3-4 ദിവസം കൊണ്ട് ഇവിടുന്ന് ഇറങ്ങി. പിന്നെ കുട്ടനാട്ടി കുത്തിനാൾ കിടന്നേ ഉള്ളൂ. എന്നാലും 3 ദിവസം കയറി കിടന്ന് വെള്ളം ഇറങ്ങിപ്പോയപ്പോ ഈ റാന്നി കൂടെ നടക്കാൻ പാടായിരുന്നു. 20 ലോഡ് ചള്ളയൊക്കെ വാരി വീടുകളുണ്ട്. ഇത്ര നാളും കൂടെ 40-45 3 മാസം കഴിഞ്ഞ് വീട്ടിൽ താമസിച്ചവരുണ്ട്. കാരണം അത്ര പാടായിരുന്നു വീട് ക്ലീൻ ചെയ്ത്. ഇപ്പോഴും ഞങ്ങളുടെ പെയിന്റ് അടിച്ച സ്ഥലത്തു നിന്ന് ആ പെയിന്റ് പൊള്ളി ഇളകുന്നുണ്ട്. കാരണം വെള്ളം കയറിയ സ്ഥലത്ത് പെയിന്റ് പൊട്ടിയിട്ടടിച്ചപ്പോ ഒരു വർഷം കഴിഞ്ഞപ്പോൾ അത് തള്ളി പുറത്തു പോകും പെയിന്റ്. കാരണം ഇതിനകത്ത് നീർപ്പ് ഇറങ്ങും. അപ്പൊ ഒരു വർഷം മുഴുവൻ നിന്ന പ്രപഞ്ചം വെള്ളത്തെ മൂടപ്പെട്ട് കിടക്കുമ്പോൾ ആ വെള്ളത്തിൽ ഇറങ്ങാൻ ചവിട്ടാൻ കൊള്ളത്തില്ല. മുഴുവൻ ചത്തുപോയി. എല്ലാം ദുഷിച്ചു കിടക്കുക, എല്ലാം വെന്ത് കിടക്കുക, എല്ലാം ജീർണപ്പെട്ട് കിടക്കുക, അസ്ഥികൾ, ഭീകരങ്ങൾ എല്ലാം കിടക്കുക. ഇവരെങ്ങനെ അവിടെ ഒരു കാല് ചവിട്ടാൻ കൊള്ളാത്ത ഭൂമിയിലോട്ട് ഈ അപ്പനും അമ്മയും മക്കളും കൂടെ ഇറങ്ങിയപ്പോ തമ്പുരാൻ പറഞ്ഞു, താഴെ ചവിട്ടാൻ കൊള്ളത്തില്ല, പക്ഷെ നിങ്ങൾ മേലോട്ട് നോക്കിയ ഒരു കാഴ്ച കാണാം. കാഴ്ച ഇതായിരുന്നു, ഒരു മഴവില്ല്. ലോകത്തിലെ ഏറ്റവും സൗന്ദര്യമുള്ളത് എന്താണ്? മഴവില്ലാണ്. വിബ്ജിയോർ, വയലറ്റ് ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, റെഡ്, യെല്ലോ, ഓറഞ്ച്, അങ്ങനെയല്ലേ? വിബ്ജിയോർ. 7 സപ്തവർണ്ണങ്ങൾ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുക ആകാശത്ത്. എന്താണ് അതിന് പറയാനുള്ളത്? നിങ്ങൾക്ക് മുകൾത്തട്ടും മുറിയും മുന്നറിയും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പരസ്പരം യാഗം ചെയ്ത് പ്രാർത്ഥിക്കാമെങ്കിൽ ആ സൗരഭ്യം ഞാൻ മണത്താൽ നിങ്ങൾ ഈ ചവിട്ടുന്ന ഭൂമി കൊള്ളത്തില്ലെങ്കിലും പേടിക്കേണ്ട. നിങ്ങൾക്ക് വേണ്ടി ഞാൻ മേലൊരു വില്ലൊരുക്കിയിട്ടുണ്ട്, മഴവില്ല്. എന്താ? നിന്നെ ഞാൻ നശിപ്പിക്കില്ല. വാത്സല്യ പ്രിയരെ ഓർത്തോണം, കോവിഡാനന്തര ഭൂമിയെക്കുറിച്ചുള്ള ഒത്തിരി സംവാദങ്ങൾ ഇന്ന് നടക്കുന്നുണ്ട്. നിങ്ങൾ കേട്ടുണ്ടോ? ഒത്തിരി സെമിനാറുകൾ ഓൺലൈനിലൊക്കെ നടക്കുന്നു. കോവിഡാനന്തര ചർച്ച, കോവിഡാനന്തര സഭ എങ്ങനെ ഇരിക്കും എന്ന് എനിക്കും അറിയത്തില്ല. ഭയങ്കര സംവാദങ്ങൾ നടക്കുക. കോവിഡാനന്തര സഭ എങ്ങനെ ആയിരിക്കും? സത്യത്തിൽ ഭയങ്കര പ്രശ്നമാണ്. കാരണം വാടക വീട്ടിൽ എടുത്തുകിടുന്ന ആരാധിച്ചുകൊണ്ടിരുന്ന പലരും വാടക വീട്ടിൽ നിർത്തി. കാരണം വാടക കൊടുക്കണ്ടേ. കോവിഡാനന്തര ചർച്ച എന്തായിരിക്കും? മിക്കവാറും കല്യാണത്തിനും ശവടക്കിനും വേണ്ടി മാത്രമായിരിക്കും എന്നൊരു സംശയം. ബാക്കിയല്ല ഓൺലൈനാവും. കാലം എങ്ങനെ പോകുമെന്ന് അറിയില്ല. കോവിഡാനന്തര ഭൂമി ജോലി സാധ്യത എന്തായിരിക്കും? പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ എങ്ങനെ ആയിരിക്കും? ആ മേഖലയിൽ ജോലി ചെയ്തവർ എല്ലാവരും എന്ത് ചെയ്യും? ഓൺലൈനിൽ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ നടത്താനും ആമസോണിൽ കൂടെ ട്രാൻസ്പോർട്ടേഷൻ നടത്താനും 8-10 ബസ് ഉള്ള ഒരു മനുഷ്യനെ ഞാൻ കണ്ടു. 10 ബസ് വോൾവോ ഉൾപ്പെടെ. അയാൾ എന്നെ കാണാൻ വന്ന കാര്യം എന്താണെന്നറിയാമോ? വീട്ടിലെ സഭായോഗത്തിന് സ്വത്രാജ്യം എടുത്തപ്പോൾ കയ്യിലൊന്നും ഇല്ലെങ്കിൽ ചുരുട്ടിപ്പിടിക്കാൻ പറഞ്ഞപ്പോൾ ആ മനുഷ്യന്റെ കയ്യില് 10 ബസ് വോൾവോ ഉൾപ്പെടെ കിടപ്പുണ്ട്. ഒരു വോൾവോയ്ക്ക് എത്ര ലക്ഷം രൂപ വരും? വോൾവോയുടെ മൾട്ടി ആക്സിൽ സംഭവം പുറത്ത് കിടപ്പുണ്ട് 8 എണ്ണം. പക്ഷെ 10 രൂപ കയ്യിലില്ലായിരുന്നു. ചുട്ടിപ്പിടിച്ച കൈ കൊണ്ട് നെഞ്ചു പൊട്ടി കരഞ്ഞപ്പോ ആ മനുഷ്യൻ എന്റെ അടുക്ക പ്രാർത്ഥിക്കാൻ വന്ന ഒരു വഴി തുറന്നു ജാഗുവാർ കാർ വിൽക്കാൻ. ജാഗുവാർ ഉണ്ടായിരുന്നു, മിറ്റത്ത് ഓടി ഉണ്ടായിരുന്നു, ബെൻസ് ഉണ്ടായിരുന്നു, മൾട്ടി ആക്സിൽ. പക്ഷെ 10 പൈസ കയ്യിലായിരുന്നു. കോവിഡാനന്തര ഭൂമി കൊള്ളാത്തൊരു ഭൂമിയായിരിക്കും. പക്ഷെ എനിക്കൊരു കാര്യം അറിയാം, കോവിഡാനന്തര ഭൂമി എന്തു ആകട്ടെ, നിനക്കൊരു മുകൾ തട്ടുണ്ടെങ്കിൽ നിന്നെ പൊതിഞ്ഞൊരു മഴവില്ല് കാണും. കോവിഡാനന്തര ഭൂമി എന്തു ആകട്ടെ, പക്ഷെ യാഗം ചെയ്യുന്നവനെ പൊതിഞ്ഞ് എന്നും ദൈവത്തിന്റെ ഒരു ഉടമ്പടി കാണും. ആ ഉടമ്പടി എന്താ? നിന്റെ കൂടെ ഞാനുണ്ട്. നിന്റെ കുടുംബത്തിന്റെ മുകളിൽ നിന്നെ പൊതിഞ്ഞൊരു മഴവില്ലുണ്ട്. മഴവില്ല് കാണുന്നവർ കരവുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. എല്ലാം പോയെന്ന് പറയാൻ ഞാൻ നിൽക്കുകയല്ല. ഞാൻ കോവിഡാനന്തര ഭൂമി എങ്ങനെ പോകുമെന്ന് എനിക്കറിയത്തില്ല. ശനിയാഴ്ച എന്റെ ഈ പൈസ കാണത്തില്ല മിക്കവാറും. സംഭവം ഞായറാഴ്ച രാവിലെ പരമാർത്ഥം പറയാം, വെള്ളി സഭയുടെ പാസ്റ്റർ ആണെങ്കിലും ഞായറാഴ്ച രാവിലെ മിക്കപ്പോഴും സ്വത്രാഴ്ച ഇടാൻ കൈ പൈസ കാണത്തില്ല. പിള്ളേരൊക്കെ വന്ന് ചോദിക്കുമ്പോ, അപ്പ സ്വത്രാഴ്ചയും ചോദിക്കുമ്പോ ചിലപ്പോ, എപ്പോഴും അല്ല, മിക്കപ്പോഴും. പക്ഷെ ഞങ്ങളുടെ ഭാഷന്മാർക്ക് സന്തോഷം നൽകുന്ന ദിവസം ഞായറാഴ്ചയാണ്. തിരുവനന്തപുരം സൈഡിലോട്ടൊക്കെ പോകണം. ഞായറാഴ്ച ഇവർ യോഗം കഴിഞ്ഞൊരു പോക്കുണ്ട്. പിള്ളേരുമായിട്ട് എല്ലാവരും കൂടെ പോയിട്ട് പാവങ്ങൾ പോയി ഒരു ബേക്കറി കയറി പിള്ളേർക്കെല്ലാം ഒരു പപ്സും ഒരു പെപ്സിയും മേടിച്ചു കൊടുത്ത് പാസ്റ്റർ മുമ്പ് ഒരു ഗമേല പോകുന്ന ഞായറാഴ്ച സ്വത്രാഴ്ച കിട്ടിയ ഗമേല. പക്ഷെ 1.5 വർഷമായിട്ട് സ്വത്രാഴ്ച ഇല്ല. പക്ഷെ അപ്പോഴും ഉണ്ടായിരുന്നു, ഒന്നും കാണാനില്ലെങ്കിലും ഒരു മഴവില്ലുണ്ടായിരുന്നു. മഴവില്ല്. ആ മഴവില്ലെന്താ? താഴെ നോക്കുമ്പോ ഒന്നും കണ്ടില്ലെങ്കിലും നീ താഴെ നോക്കി പരിഭ്രമിക്കേണ്ട. നിന്നെ പൊതിഞ്ഞ് മേളിലൊരു മുകൾ തൊട്ട്. ആ മുകൾ തൊട്ടുള്ളവനെ പൊതിഞ്ഞൊരു മഴവില്ലുണ്ട്. എല്ലാവരും ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. എന്റെ സമയം തീരുകയാണ്.
കാർമുകിലേറെ കരേറിയിലും കാണുന്നില്ലേ മഴ ഇല്ലാതെ. കുഞ്ഞുങ്ങളെ, നിങ്ങൾക്കൊരു മുകൾ തട്ടുണ്ടോ? PVP അംഗങ്ങളെ, ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യം, നിങ്ങൾക്ക് എത്ര നേരം പ്രാർത്ഥിക്കുന്ന ഒരു മുകൾ തട്ടുണ്ട്? കുട്ടിക്കാലത്ത് റിസോർട്ടുള്ള ഒരു മനുഷ്യൻ, ഓർത്തഡോക്സുകാരൻ, നിലത്താ കിടക്കുന്ന കേട്ടപ്പോ നടുവേദന കൊണ്ടല്ല, രാത്രി എഴുന്ന് പ്രാർത്ഥിക്കാൻ കട്ടിലേക്ക് കിടന്നാൽ ഒക്കത്തില്ല, അതിന് ഞാൻ നിലത്തിറങ്ങി കിടന്നാലേ ഇടയ്ക്കിടയ്ക്ക് ഉണർന്ന് പ്രാർത്ഥിക്കാൻ ഒക്കത്തിലും ഒരു ഓർത്തഡോക്സുകാരന്റെ സാക്ഷ്യം കേട്ടപ്പം ബന്ധക്കോസ്തുകാരനായി ഞാനൊന്ന് ചൂടിപ്പോയി. കാരണം എൻ്റെ ഒരു സഭയിലെ എൻ്റെ ഒരു സഹോദരന് റിസോർട്ടുണ്ട്. ഇന്നലെ വന്ന് എൻ്റെ താക്കോല് തന്നിട്ട് പോയി, പാസ്റ്റർ ഒന്ന് പോയി അവിടെ കിടന്ന് ഉറങ്ങാൻ. താക്കോലിന്റെ വീട്ടിൽ ഇരിപ്പുണ്ട്. അപ്പോഴാണ് ഓർത്തഡോക്സുകാരൻ അവിടെ പോയിട്ട് താഴെ കിടക്കുന്നു, ഉറങ്ങാതിരിക്കാൻ, നിലത്ത് പ്രാർത്ഥിക്കാൻ. മുകൾ തട്ടുണ്ടെങ്കിൽ നിങ്ങളെ പൊതിഞ്ഞുണ്ട് എന്ത്? ഒരു മഴവില്ല്. മഴവില്ല് പറയുന്ന ഇതാ, ഒന്നും കാണത്തില്ല, ജോലി സാധ്യതയില്ല, കമ്പനികൾ പൂട്ടുന്നു, കമ്പനികളൊക്കെ ആളെ കുറയ്ക്കുന്നു. പക്ഷെ എന്ത് ചെയ്യും? എന്ത് ചെയ്യാനാ? യാഗം ചെയ്യും, സൗരഭ്യം മണക്കും, തമ്പുരാനൊരു മഴവില്ലായിരിക്കും. കാർമുകിലേറെ കരേറുകിലും കാണുന്നില്ലേ മഴ ഇല്ലാതിന്മേ. കരുതുക വേണ്ടതിൻ ഭീകരങ്ങൾ, കെടുതികൾ തീർത്തവൻ തഴുകീടുമേ ആഴലയോ.